മാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ പൊന്നൂസ് തൊടുപുഴയാണ്. ബൈബിളിലെ കുടുംബങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് പാസ്റ്റർ പൊന്നൂസ് തൊടുപുഴയെ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിന് വേണ്ടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ കൂടെ ഇരിക്കാൻ യേശു കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പതിവായി ബൈബിളിലെ കുടുംബങ്ങളെ കുറിച്ച് ആണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയും നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബത്തെ കുറിച്ച് ചിന്തിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അവസരം തരട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ കുടുംബം സൂപ്പർ ഫാമിലി എന്ന് വിശേഷിപ്പിക്കാം. ബൈബിൾ വീക്ഷണത്തിലെ അല്ലെങ്കിൽ തിരുവചനം ഒരു കുടുംബത്തെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയായിരിക്കണം ഒരു കുടുംബം എന്നാണ് തിരുവചനം ബൈബിൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ആദാമിന്റെ കുടുംബം, നോഹയുടെ കുടുംബം, അങ്ങനെ അബ്രഹാമിന്റെ കുടുംബം, അങ്ങനെ ഓരോ വ്യക്തികളുടെ കുടുംബത്തെ കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചത്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു വ്യക്തിയുടെ കുടുംബത്തെ കുറിച്ചല്ല, പകരം ബൈബിൾ ഒരു കുടുംബത്തെ എങ്ങനെയാണ് കാണുന്നത്, ബൈബിൾ വീക്ഷിക്കുന്ന ഒരു കുടുംബം, ബൈബിൾ ആഗ്രഹിക്കുന്ന, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കുടുംബം. അതുകൊണ്ടാണ് സൂപ്പർ ഫാമിലി എന്ന് പറയാനിടയായി തീർന്നത്. ആ കുടുംബത്തെ കുറിച്ചാണ് നമ്മളിന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തന പുസ്തകം 128 സങ്കീർത്തനത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഒരു ഉത്തമ കുടുംബത്തിന്റെ ഉദാത്തമായ വെളിപ്പെടുത്തലാണ് 128 സങ്കീർത്തനം. ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണം, എന്താണ് ഒരു കുടുംബം എന്ന് വിശദീകരിക്കുന്ന, അത് പറയുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സങ്കീർത്തനമാണ് 128 സങ്കീർത്തനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. ഒരു കുടുംബത്തിൽ 3 പ്രധാന ഭാഗങ്ങളാണ്, ഘടകങ്ങളാണ് ഒരു കുടുംബത്തിനകത്തുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാര്യ, ഭർത്താവ്, മക്കൾ, അങ്ങനെ 3 ആൾക്കാരല്ല, 3 വിധത്തിലുള്ള ആൾക്കാരാണ് ഒരു കുടുംബത്തിൽ നമുക്കുള്ളത്. ഇവർ തമ്മിലുള്ള ആദർശപരവും ആരോഗ്യപരവുമായ ബന്ധമാണ് കുടുംബത്തെ രൂപപ്പെടുത്തുന്നത്. ആ ഭാര്യ, ഭർത്താവ്, മക്കൾ അവരെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അനുഭവത്തെയാണ് കുടുംബം എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. കുടുംബം അല്ല വീട്, വീട് അല്ല കുടുംബം. വീട് എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിംഗ്. എന്നാൽ കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മക്കളും ഒത്തുചേർന്ന് വസിക്കുന്ന ആ അനുഭവത്തിനാണ് കുടുംബം എന്ന് പറയാനിടയായി തീരുന്നത്. അപ്പോ ഈ 3 ഭാര്യയും ഭർത്താവും മക്കളും അവര് ഈ ഇഴകൾ തമ്മിലുള്ള ഇഴുകിച്ചേരലാണ് കുടുംബത്തെ ഭൂമിയിൽ സ്വർഗമാക്കുന്നത്. അപ്പോ ഈ ഒരു കുടുംബത്തിലെ ഭർത്താവ്, ഭാര്യ, മക്കൾ അവരൊരുമിച്ച് സന്തോഷത്തോടെ, അവര് സമാധാനത്തോടെ ജീവിക്കുന്ന, അതാണ് കുടുംബം. അങ്ങനെ വസിക്കുമ്പോഴാണ് ആ കുടുംബം ഒരു സ്വർഗമായി മാറാനിടയായിത്തീരുന്നത് എന്നാണ് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. ഈ ബന്ധം പാവനവും ദൈവീകവുമാണ്. ഇത് ദൈവമാണ് ഈ കുടുംബം സ്ഥാപിച്ചത്. നമ്മുടെ ആദ്യത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചായിരുന്നു, കുടുംബം മനുഷ്യന്റെ ബുദ്ധിയല്ല, മനുഷ്യന്റെ ആലോചനയല്ല, മനുഷ്യൻ തീരുമാനിച്ചതല്ല, മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനമല്ല കുടുംബം. പകരം ദൈവമാണ് ഭൂമിയിൽ കുടുംബത്തെ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പാവനമായ, ദൈവീകമായ ഒരു സ്ഥാപനമാണ് കുടുംബം. അതുകൊണ്ട് തന്നെ എങ്ങനെ കുടുംബം മുന്നോട്ട് പോകണമെന്നും ബൈബിൾ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ബൈബിളാണ് നമ്മളോട് പറയുന്നത് എങ്ങനെയായിരിക്കണം ഒരു കുടുംബം എന്ന് പറയാനിടയായിത്തീരുന്നത്. ആ കുടുംബത്തിലുള്ള വ്യക്തികളുടെ ധർമ്മം തിരിച്ചറിഞ്ഞ് അവ യഥാവിധി നിവർത്തിക്കുമ്പോൾ കുടുംബം ആനന്ദപൂർണവും അനുഗ്രഹ സമർത്ഥവുമാകും. എന്താണ് ഭർത്താവ് ചെയ്യേണ്ടത്, എന്താണ് ഭാര്യ ചെയ്യേണ്ടത്, മക്കൾ എന്താണ് ചെയ്യുന്നത്, അങ്ങനെ അവരവര് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരവർക്ക് ബോധ്യം ഉണ്ടാകുകയും അത് കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം സ്വർഗമായി തീരും, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കുടുംബമായി തീരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തെ കുറിച്ച് നമ്മൾ മറന്നുപോകും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്,
നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മറന്നുപോയിട്ട് പകരം ഭാര്യ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത്, മക്കൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പരസ്പരം മറ്റുള്ളവരെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്, നമ്മളെ നമ്മൾ കാണുന്നില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മൾ ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളത് മനസ്സിലാക്കിയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം സ്വർഗമായി തീരും, അനുഗ്രഹ സമൃദ്ധമായി തീരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ ഞാൻ പറയട്ടെ, ബൈബിളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു കുടുംബം എന്ന് പറയുന്നത് ഭർത്താവ്, ഭാര്യ, മക്കൾ, അങ്ങനെ ഇത് മൂന്നും ചേരുമ്പോഴാണ് കുടുംബമാകുന്നത്. ഈ 128 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പോ ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിച്ച്. ഭയപ്പെട്ടെന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ടുണ്ടാകുന്ന ആദരവിനാണ്, ബഹുമാനത്തിനാണ് ഇവിടെ ദൈവഭയം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവഭയം എന്ന് പറയുന്നത്, നമ്മൾ എന്തോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം വന്നാലോ, നമ്മൾ പ്രാർത്ഥിക്കാതെ കിടന്നാൽ, നമ്മൾ ചിലപ്പോ ബൈബിൾ വായിക്കാതിരുന്നാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അപകടം വരുമോ, ദൈവം നമ്മളെ ശിക്ഷിക്കുവോ എന്നോർത്ത് ശിക്ഷിക്കുന്ന ദൈവത്തെ കണ്ട് നമ്മൾ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഓർത്ത് നമ്മൾ ഭയപ്പെടുന്നു. ആ ഭയമല്ല ദൈവഭയം പ്രിയമുള്ളവരെ. അതിന്റെ കാരണം, അങ്ങനെ ഭയപ്പെടാനുള്ള കാരണം, വളരെ കൊച്ചിലെ തന്നെ നമുക്കറിയാം, നമ്മുടെ എല്ലാം അമ്മമാര് വളരെ കൊച്ചിലെ തന്നെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മാനെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ, പ്രാർത്ഥിക്കാതെ കിടക്കരുത്, ബൈബിൾ വായിക്കണം, ഇല്ലെങ്കിൽ ഈശോപ്പൻ അടിക്കും എന്ന് നമ്മളെ വളരെ കൊച്ചിലെ തന്നെ നമ്മളോട് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നുണ പറയാൻ പേടിയാ, തെറ്റ് ചെയ്യാൻ പേടിയാ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ പേടിയാ. ചെയ്യാത്തതിന്റെ കാരണം ചെയ്യാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, പകരം ദൈവം ശിക്ഷിച്ചാലോ, ദൈവം വണ്ടിയുടെ മുമ്പിൽ തള്ളിയിട്ടാലോ, മരത്തം തള്ളിയിട്ടാലോ, കയ്യും കാലും ഒടിച്ചാലോ, പാമ്പിനെ വിട്ടാലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ അതാണ് മനുഷ്യർ കാണുന്ന ദൈവഭയം. അതല്ല ബൈബിൾ ഉദ്ദേശിക്കുന്ന ദൈവഭയം. ദൈവഭയം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട്, ദൈവത്തോടുള്ള ബഹുമാനം കൊണ്ട് നമ്മുടെ അകത്തുണ്ടാകുന്ന ഒരു വികാരമാണ്. അതിനെയാണ് ദൈവഭയം എന്ന് പറയുന്നത്. അവിടെ ദൈവഭക്തി ദൈവഭക്തി എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്നും ആദരവിൽ നിന്നും ഉയർന്നു വരുന്ന വികാരമാണ് ദൈവഭക്തി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ബോധം ഉണ്ടാകുമ്പോൾ നമ്മിൽ ഉയരുന്ന പ്രതികരണമാണ് ഭക്തി. എന്താണ് നമുക്കുണ്ടാകുന്ന ഭക്തി എന്ന് ചോദിച്ചാൽ, നമ്മളെ ദൈവം ശിക്ഷിക്കുമല്ലോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ടല്ല, ദൈവത്തെ വാസ്തവമായി ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോൾ, നമ്മൾ രുചിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന, ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ദൈവത്തെ പറ്റിയുള്ള ശരിയായ അവബോധത്തെ, അതിനെയാണ് ഭക്തി എന്ന് പറയാനിടയായിത്തീരുന്നത്. ഈ ഭക്തി എന്ന് പറയുന്നത് കർത്താവിനുള്ള നമ്മുടെ സ്നേഹമാണ്. പ്രവർത്തനങ്ങളിൽ ആ ഭക്തി സ്നേഹമായതുകൊണ്ട് ഓരോ പ്രവൃത്തികളിലൂടെയാണ് അത് പ്രതിഫലിക്കാനിടയായിത്തീരുന്നത്, അത് മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ പ്രദർശിപ്പിക്കാനിടയായിത്തീരുന്നത്. അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ ചരിക്കുന്നവനും തിരുവിഷ്ടം നിറവേറ്റുന്നവനും ആയിരിക്കും ദൈവഭക്തന്മാർ. ഇവിടെ ഈ 128 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവനാ ദൈവഭക്തൻ, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ വഴികളിൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വഴിയില്ല, ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വഴികൾ. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായ രൂപരേഖ നൽകുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഭർത്താവ് എങ്ങനെയായിരിക്കണം ഭാര്യയോട് ഇടപെടേണ്ടത്, അപ്പൻ എങ്ങനെയാണ് മക്കളോട് ഇടപെടേണ്ടത്, അമ്മ എങ്ങനെയാണ് മക്കളോട് ഇടപെടേണ്ടത്, ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനോട് ഇടപെടേണ്ടത്, മക്കൾ എങ്ങനെയാണ് മാതാപിതാക്കളോട് ഇടപെടേണ്ടത് എന്നെല്ലാം വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായ രൂപരേഖ നമുക്ക് തരുന്നുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ബന്ധങ്ങളും അതെങ്ങനെയാകണമെന്ന് വ്യക്തമായ ചിത്രം തരുന്ന പുസ്തകമാണ് പ്രിയമുള്ളവരെ നമ്മൾ പിടിച്ചിരിക്കുന്ന നമ്മുടെ വിശുദ്ധ വേദപുസ്തകം. അങ്ങനെ ആ വഴിയെ നടന്നാൽ, ബൈബിൾ പറയുന്നത് പോലെ നടന്നാൽ പ്രിയമുള്ള നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാകും. ദൈവത്തിന്റെ മാർഗത്തിൽ ചരിക്കുവാനും തിരുവിഷ്ടം നിറവേറ്റുവാനും ഉത്സാഹമുള്ള ആളാണ് ഭക്തൻ. അങ്ങനെയുള്ള ആളാണ് ദൈവമകൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യം 128 സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ തിരുവചനം, അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അപ്പോ ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ
ഒരു കുടുംബത്തിലെ ഭർത്താവ് അദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ആഗ്രഹിക്കുന്നത് അദ്ദേഹം അധ്വാനശീലമുള്ള ആളായിരിക്കണം. അവിടെ അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ അധ്വാന ഫലം നീ തിന്നും. ആ സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വ്യക്തി ഒരു കുടുംബനാഥനാണ്, ആ വീട്ടിലെ ഭർത്താവാണ്, ആ വീട്ടിലെ അപ്പനാണ്. അദ്ദേഹത്തെ കുറിച്ച് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ അധ്വാന ഫലം നീ തിന്നും. ശീലമുള്ള ആളായിരിക്കണം എന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നു. അധ്വാന ഫലം നമ്മൾ അനുഭവിക്കുന്നവരായി തീരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കായികമായി അധ്വാനിക്കാൻ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത് ഒരു വീട്ടിലെ കുടുംബനാഥനെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനത്തിൽ അവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ആ ദൈവം ഈ ആദാമിനെ കൂട്ടിക്കൊണ്ടുപോയി തോട്ടത്തിലേക്ക് കൊണ്ടുപോയിച്ച് അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ അവിടെ അധ്വാനിക്കണം എന്നാണ് നമ്മളവിടെ വായിക്കേണ്ടതായിത്തീരുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. അപ്പൊ അവിടെ ഈ ആദാമിനെ കൊണ്ട് ആക്കിയത് അവിടുത്തെ പഴമെല്ലാം പറിച്ച് കഴിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ വേല ചെയ്യണം. അവിടെ ചില അധ്വാനമുണ്ട്, കായികമായ ചില അധ്വാനങ്ങളുണ്ട്. തോട്ടത്തെ വൃത്തിയായി സൂക്ഷിക്കണം, തോട്ടം നന്നായി പരിപാലിക്കണം. അങ്ങനെ ഒരു കായിക അധ്വാനത്തിന് വേണ്ടി ദൈവം തമ്പുരാൻ ഒരു കുടുംബനാഥനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നു, അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ കുടുംബനാഥൻ എന്ന് പറയുന്നയാള് അദ്ദേഹം അധ്വാനിക്കുന്ന ആളായിരിക്കണം. അദ്ദേഹം കായികമായി അധ്വാനിച്ച് ആ കുടുംബത്തെ പരിപോഷിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ആ കുടുംബത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ആ കുടുംബനാഥന്മാരോട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് നാം അധ്വാനിക്കുന്നവരായിരിക്കണം. കുടുംബത്തെ പുലർത്തേണ്ടതിന് വേണ്ടി അധ്വാനിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അലസത ഒരു പാവമാണെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. നമ്മൾ അലസന്മാരായിരിക്കാൻ പാടില്ല, മടിയന്മാരായിരിക്കാൻ പാടില്ല. പകരം നമ്മൾ അധ്വാനിക്കണം, നമ്മൾ ജോലി ചെയ്യണം എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവോദ്ദേശത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണോ, മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണോ, അതിൽ നിന്ന് ഞാനും നിങ്ങളും വ്യതിചലിച്ചു പോകുന്നത് പാവം എന്ന് പറയുമ്പോ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് 10 കൽപ്പനകളിൽ കർത്താവ് ചില കാര്യങ്ങളൊക്കെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോ അതിനെയാണ് പാവം എന്ന് നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല പാവം എന്ന് പറഞ്ഞാൽ കൊല ചെയ്യരുത്. അപ്പൊ ആരെങ്കിലും കൊല ചെയ്താൽ നമ്മൾ പറയാം അവൻ പാവം ചെയ്തു. വ്യഭിചാരം ചെയ്യരുത്, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ നമ്മൾ പറയാം അവൻ പാപിയാ എന്ന് പറയും. മോഷ്ടിക്കരുത്, ആരെങ്കിലും മോഷ്ടിച്ചാൽ അവനെ പാപിയാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് പാപം എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അങ്ങനെയല്ല. ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുന്നതും പാവമാണ്. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്യുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബനാഥനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം, അദ്ദേഹം അധ്വാനിക്കുന്നവനാകണം, ജോലി ചെയ്യുന്നവനാകണം. കായികമായി അധ്വാനിച്ച് ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആ കുടുംബനാഥനിൽ ദൈവം തമ്പുരാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 2 തെസ്സലോനിക്കർ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ തിരുവചനത്തിൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, വേല ചെയ്യാൻ താല്പര്യമില്ലാത്തവൻ ആഹാരവും കഴിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപ്പോ വേല ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം, ജോലി ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാകണം, നമ്മൾ പണിയെടുക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. 1-ാം മനുഷ്യനായ ആദാമിനെ ദൈവം ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനാക്കി, അവിടെ ജോലി ചെയ്യാനാക്കി, അവിടെ കാവൽ ചെയ്യാനാക്കി. അപ്പൊ അങ്ങനെ ഒരു അധ്വാനം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യൗവനത്തിലെ നുകം ചുമക്കുന്നത് പുരുഷന് നല്ലത്. പ്രിയമുള്ളവരെ, അപ്പോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ വേദപുസ്തകം ആഗ്രഹിക്കുന്നു അവൻ ജോലി ചെയ്യണം, അവൻ അധ്വാനിക്കണം. അധ്വാനിച്ച് ആ അധ്വാന ഫലം കൊണ്ട് ആ കുടുംബം പുലർത്തപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ അതിന് വ്യത്യാസം വരുത്താത്തത് കൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, വേല ചെയ്യാൻ ആഗ്രഹിക്കാത്തവൻ ഭക്ഷണവും കഴിക്കരുത്, ആഹാരവും കഴിക്കരുത് എന്ന് എഴുതാനിടയായിത്തീരുന്നത്. സന്തോഷത്തിനും തൃപ്തിക്കും കാരണം അവന്റെ പ്രയത്ന ഫലം അനുഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് അതിന്റെ ഫലം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ
പ്രിയമുള്ളവരെ, അതിന് ഒരു പ്രത്യേക ടേസ്റ്റാ, അത് പ്രത്യേക സന്തോഷമാ. നമ്മുടെ ജോലി ചെയ്ത് നമുക്കൊരു ഒരു 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 അതിന്റെ പ്രതിഫലം കിട്ടുമ്പോ, ഒരു കപ്പ നട്ടു, ആ കപ്പ പറിക്കുമ്പോ, കപ്പ പറിച്ചെടുക്കുമ്പോ അതിനകത്ത് ചിലപ്പോൾ 3, 4 അല്ലെ 5, 6 കിലോ കപ്പ കിട്ടിയാൽ നമുക്കത് കിട്ടുമ്പോ നമ്മൾ കടയിൽ പോയി കപ്പ മേടിച്ചോണ്ട് വരുന്നതിനേക്കാൾ നമ്മുടെ അകത്തൊരു വലിയ സന്തോഷമാണ്. നമ്മൾ അധ്വാനിച്ചു, നമുക്ക് നല്ല ഒരു കപ്പ കിട്ടി. അല്ലെങ്കിൽ നമ്മൾ ചേമ്പ് നട്ടു, നല്ല ചേമ്പ് കിട്ടി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തു, അതിന്റെ ഫലം നമുക്ക് കിട്ടുമ്പോ നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്ന പോലെയല്ല, വെറ്റാരെങ്കിലും നമുക്ക് തരുന്നത് പോലെയല്ല. നമ്മൾ അധ്വാനിച്ച് ആ അധ്വാനത്തിന്റെ ഫലം നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോ, അങ്ങനെയാണെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നു, ഒരു കുടുംബനാഥൻ എന്ന് പറയുന്നയാള് അദ്ദേഹം ജോലി ചെയ്യണം, ജോലി ചെയ്ത് ആ കുടുംബം പുലർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷത്തിനും തൃപ്തിക്കും കാരണം അവന്റെ പ്രയത്നഫലം അവൻ സാധിക്കുന്നു എന്നുള്ളതാ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾ അധ്വാനിക്കുമ്പോൾ നിങ്ങളുടെ അധ്വാന ഫലം നഷ്ടപ്പെട്ടു പോയില്ല. അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും, അത് വേറെ എങ്ങും പോയില്ല, ഹോസ്പിറ്റലിൽ പോയില്ല, മറ്റ് അനാവശ്യമായിട്ട് ചെലവായി പോയില്ല. അത് നമ്മുടെ ഭവനത്തിനകത്തുണ്ടാകും. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും അത് അനുഭവിക്കാൻ ഇടയായിത്തീരും. ബാക്കി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ബാക്കി വെക്കാനുണ്ടാകും. അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലാത്ത പക്ഷം നമുക്കുണ്ടാകുന്ന എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമുക്ക് അധ്വാനിക്കുന്നവരായി തീരണം. ഏതൊരു ഭർത്താവും ഏതൊരു കുടുംബനാഥനും ആ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ഉത്തമമായ ഒരു കുടുംബനാഥനാകണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. മടിയന്മാരെ വാർത്തെടുക്കുന്ന ഒരു പുസ്തകമല്ല വിശുദ്ധ വേദപുസ്തകം. മടിയന്മാർക്കെതിരാണ് വിശുദ്ധ വേദപുസ്തകം. ജോലി ചെയ്യണം. അത് ജോലി ചെയ്യുമ്പോൾ അത് ഏത് ജോലി ചെയ്യാം, ഏത് ജോലിയും മാന്യമാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും, നിയമാനുസൃതമായിട്ടുള്ള ഏത് ജോലിയും അത് മാന്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ നമ്മുടെ എല്ലാം ആഗ്രഹം നല്ല വെൽ ഡ്രസ്സായിട്ട് വൈറ്റ് കോളർ ജോലിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, വൈറ്റ് കോളർ ജോലി മാത്രമല്ല, ഏത് ജോലിയും വിശുദ്ധ വേദപുസ്തകം അതിനെ മാന്യമായി തന്നെ കാണുന്നു. ഒരു പണിയെയും ഒരു ജോലിയെയും ആ വിശുദ്ധ വേദപുസ്തകം മാറ്റി നിർത്തുന്നില്ല. ഒരു ജോലിയും മോശമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഏത് ജോലിയാണോ അത് നമ്മൾ ചെയ്യണം. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട്, യുവാക്കന്മാരോട് ഞാൻ പറയാം, നിങ്ങൾ ചിലപ്പോൾ നല്ല തസ്തികയിൽ ഇരിക്കേണ്ടവരാകാം. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് നല്ല ജോലിക്ക് സാധ്യത ഉണ്ടായിരിക്കും. ചിലപ്പോൾ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന നല്ല ജോലി ചെയ്യാൻ നിങ്ങൾ വിദ്യാഭ്യാസവും നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയും ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ആ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ആ ജോലി കിട്ടുന്നില്ല എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ആ ജോലി കിട്ടാതെ വരുമ്പോ, ആ ജോലി കിട്ടാൻ താമസിക്കുമ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ജോലി കിട്ടുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതല്ല. പകരം ആ സമയത്ത് നിങ്ങൾ അടുത്തൊരു ജോലിയിലേക്ക് കയറുക. വേറൊരു ജോലി, ചിലപ്പോൾ ശമ്പളം കുറഞ്ഞതായിക്കോട്ടെ, ചിലപ്പോൾ 10,000 രൂപ ശമ്പളം ഉള്ളായിരിക്കും, ചിലപ്പോൾ 5,000 രൂപ ഉള്ളായിരിക്കും. ഞാൻ നിങ്ങളോട് പറയാം, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ആ ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനുള്ള, നിങ്ങൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉയർന്ന ജോലി കർത്താവ് നിങ്ങൾക്ക് തരും. ആ സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപേക്ഷിച്ച് ആ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. അല്ലാതെ നമ്മുടെ ക്വാളിഫിക്കേഷനിലുള്ള ആ ജോലിക്ക് വേണ്ടി മാത്രം നമ്മൾ കാത്തിരിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികളുണ്ട്, അതൊക്കെ ചെയ്യണം. അങ്ങനെ അധ്വാനശീലമുള്ളവരായിരിക്കണം മനുഷ്യൻ എന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവന് നന്മ വരുന്ന ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞത് എങ്ങനെയാണ്? നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാനാ. അപ്പൊ അധ്വാനിച്ച് അതിന്റെ ഫലം അനുഭവിക്കുന്ന ആള് ഭാഗ്യവാനാ. വെറുതെ ഇരുന്ന് നമുക്ക് വല്ലതും കിട്ടുന്ന നല്ല ഭാഗ്യം, വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ട് തരുന്ന നല്ല ഭാഗ്യം, ആരുടെയും മുമ്പ് കൈ നീട്ടുമ്പോൾ തരുന്ന നല്ല ഭാഗ്യം. പ്രിയമുള്ളവരെ, ഇത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അതിൽ നിന്ന് അനുഭവിക്കുമ്പോഴാ സന്തോഷം. ചിലപ്പോഴൊക്കെ വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണാറുണ്ട് ചില അംഗപരിമിതരായിട്ടുള്ള പ്രിയപ്പെട്ടവർ, അവര് ലോട്ടറി വിൽക്കുന്ന കാണാം, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന കാണാം. പ്രിയമുള്ളവരെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് ആകുന്ന പോലെ അവർ ജോലി ചെയ്ത് അവര് ജീവിക്കുന്നത് നമുക്ക് കാണാം. അത് ഭയങ്കര മാന്യമായിട്ടുള്ള കാര്യമാണ്. അത് നല്ല മാന്യതയുള്ള പരിപാടിയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും അത് മാന്യമാണ്. നിയമപരമായ ഏത് ജോലിയും ഇന്ത്യയിൽ നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങൾക്ക് മാന്യമാണ്. ഒരു ജോലിയും മാന്യതയില്ലാത്തതല്ല, ഒരു ജോലിയും അപമാനിക്കപ്പെടുന്നതല്ല. ഏത് ജോലിയും മാന്യമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ആഗ്രഹം വൈറ്റ് കോളർ ജോലിയാണെങ്കിലും
ആരെങ്കിലും ഭൂമിയിൽ ഇറങ്ങി പണിതെങ്കിലേ നമുക്ക് ആഹാരം ഉണ്ടാവുള്ളൂ. അത് ചെയ്യാനും ആരെങ്കിലും വേണം. ക്ലീനിങ് സെക്ഷനിലേക്ക് അതിനും ആൾ വേണം. അല്ലെങ്കിൽ നമ്മുടെ ഓഫീസും നമ്മുടെ വീടും ഒക്കെ വൃത്തികേടായി പോകും പ്രിയമുള്ളവരെ. അപ്പൊ എല്ലാ ജോലിയും മാന്യതയുള്ളതാണ്, ഒരു ജോലിയും മാന്യത ഇല്ലാത്തതല്ല. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത്, നമുക്ക് എന്താണോ ആകുന്നത് ആ ജോലി നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാണ്. അങ്ങനെയാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അധ്വാനിക്കുന്നവനെ കുറിച്ച് പറയാണ്, അവൻ ഭാഗ്യവാനാണ്, അവന് നന്മ വരും. വെറുതെ ഇരിക്കുന്നവർ നന്മ വരും എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം അല്ല വിശുദ്ധ വേദ പുസ്തകം. ജോലി ചെയ്യുന്നവർ നന്മ വരും. ഞാൻ നിങ്ങൾ പറയട്ടെ, കർത്താവിന് നിങ്ങൾക്കൊരു നല്ല വാഴക്കൊല തരണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു 20 കിലോ 25 കിലോ ഒക്കെ ഭാരമുള്ള ഒരു നല്ല തൂക്കമുള്ള നല്ല ഒരു ഏത്തക്കൊല നിങ്ങൾക്ക് തരണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊരു വാഴ വിത്ത് കുഴിച്ചു വെക്കണം. നിങ്ങളൊരു വാഴ വിത്ത് കുഴിച്ചു വെച്ചിട്ട് നിങ്ങൾ കർത്താവിന്റെ കർത്താവെ നല്ല വിളവ് തരണം എന്ന് പറഞ്ഞാൽ കർത്താവിന് അത് നിങ്ങൾക്ക് തരാൻ പറ്റും പ്രിയമുള്ളവരെ. അപ്പം നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ജോലി ചെയ്യുന്നവരാകണം. ജോലി ചെയ്ത് ആ കുടുംബത്തെ പുലർത്തുക, നമ്മുടെ കുടുംബത്തെ നയിക്കുക, ആ കുടുംബം സംരക്ഷിക്കുക. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവൻ അവൻ ഭാഗ്യവാനാണ്, അവന് നന്മ വരും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നന്മ അനുഭവിക്കണം. നമ്മളെല്ലാവരും നന്മ അനുഭവിക്കണം തന്നെ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളാരും നശിച്ചു പോകണമെന്നോ നമ്മളാരും തകർന്നു പോകണമെന്നോ നമ്മൾ രോഗിയായി തീരണമെന്നും എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്റെ കർത്താവിന്റെ ആഗ്രഹം നമ്മളെല്ലാവരും നന്മ അനുഭവിക്കുന്നവരാകണം. അതിനു വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. നമുക്ക് നന്മയുണ്ടാകാൻ, നമുക്കൊരു നല്ല കാലം ഉണ്ടാകാൻ, അതിനുവേണ്ടി യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ള, നിങ്ങൾ വിളിക്കപ്പെട്ടത് തന്നെ അനുഗ്രഹം അനുഭവിക്കാനാ. ബൈബിൾ പറയാ, അധ്വാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ നന്മ വരും. നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകാൻ നമ്മൾ അധ്വാനിക്കുന്നവരായി തീരട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കാം. അപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഒന്നാമത്തെ വ്യക്തി ആ കുടുംബനാഥനാണ്. അദ്ദേഹം നന്നായി അധ്വാനിച്ച് ആ കുടുംബം പുലർത്തേണ്ട ഉത്തരവാദിത്തം, അവരെ കുടുംബത്തിലുള്ള ബാക്കി അംഗങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, അതൊക്കെ ദൈവം ആക്കിയിരിക്കുന്നത് ആ കുടുംബനാഥന. ആ ഒരു പ്രതിസന്ധി വന്നാൽ, പുറത്തുനിന്നൊരു പ്രതിസന്ധി വന്നാൽ അവരെ വീട്ടിലുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ആ കുടുംബനാഥന്റേതാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കുടുംബത്തിലെ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഉത്തമയായ ഒരു ഭാര്യയാണ് ആ കുടുംബത്തിലെ രണ്ടാമത്തെ വ്യക്തി എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത വാക്യം, മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കും. അപ്പോ ഭാര്യയെക്കുറിച്ച് പറയുന്നത്, ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ആയിരിക്കും എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കേണ്ടതായിത്തീരുന്നത്. അപ്പൊ ഭാര്യമാരെ കുറിച്ചും കർത്താവിന് ചില പ്ലാനുകളുണ്ട്, ചില പദ്ധതികളൊക്കെ ഉണ്ട് എന്നാണ് വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, അവിടെ പറഞ്ഞത് എങ്ങനെയാണ്, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി ആയിരിക്കും. കർത്താവ് നമുക്ക് തരുന്ന ഭാര്യ അത് നമുക്ക് ഫലപ്രദമായിരിക്കും എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായി തീരുന്നത്. അവിടെ ഈ സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ 19-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേച്ചു പോകുന്നു. അപ്പോ നമുക്കുള്ള ഭവനം, നമുക്കുള്ള ആ സമ്പത്ത്, അതൊക്കെ ഇൻഹെറിറ്റൻസ് ആണ്. അത് ചിലപ്പോ തലമുറ കൈമാറി നമുക്ക് ലഭിക്കുന്നുണ്ടാകും. അപ്പൊ അതൊക്കെ നമുക്ക് വേണ്ടി പിതാക്കന്മാർ വെച്ചേച്ചു പോയതാണ്. എന്നാൽ അവിടെ പറയാണ്, ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനമാകുന്നു. പ്രിയമുള്ളവരെ, സാമർത്ഥ്യമുള്ള ബുദ്ധിയുള്ള നല്ല ഭാര്യയെ നമുക്ക് ലഭിക്കുന്നത് അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അത് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് തന്നേച്ചു പോകുന്നതല്ല. അത് നമുക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ ദാനമാണ്. കർത്താവാ നമുക്കൊരു നല്ല ഭാര്യയെ തരുന്നത്, ഒരു കുടുംബത്തിനകത്ത് ഒരു നല്ല ഭാര്യയെ ആക്കുന്നത് അത് കർത്താവിന്റെയാ. ഈ ബൈബിൾ 128-ാം സംഖ്യത്തിൽ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവന്റെ കുടുംബമാണ്, ദൈവത്തെ ബഹുമാനിക്കുന്നവന്റെ കുടുംബമാണ്, ദൈവത്തെ ആരാധിക്കുന്നവന്റെ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഭാര്യ ഫലപ്രദമായിരിക്കും, അവിടുത്തെ ഭാര്യ അനുഗ്രഹമായിരിക്കും, ഭവനത്തിന് അനുഗ്രഹമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് ഒരു മുന്തിരിവള്ളിയോടാണ് ഭാര്യയെ വിശുദ്ധ വേദപുസ്തകം ഇവിടെ പറയാനിടയായിത്തീരുന്നത്. മുന്തിരിവള്ളി നേരെ നിൽക്കുന്ന ചെടിയല്ല, മുന്തിരിവള്ളിക്ക് നേരെ നിൽക്കാനാകിയല്ല. അത് പടർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ് മുന്തിരിവള്ളി. നേരെ നിൽക്കാൻ ഈ മുന്തിരിവള്ളിയെ കൊണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ ആ മുന്തിരിവള്ളിക്ക് നേരെ നിൽക്കണമെങ്കിൽ അതിനൊരു പന്തൽ വേണം, അതിനൊരു തൂണ് വേണം, അതിനൊരു സഹായം വേണം. ഒരു സഹായം ഉണ്ടെങ്കിലേ ആ മുന്തിരിവള്ളിക്ക് നേരെ നിൽക്കാനാകത്തുള്ളൂ. പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ സമൂഹമോ ചിലപ്പോൾ അത് സമ്മതിച്ചെന്ന് വരികയല്ല. അവരെല്ലാം ഞങ്ങൾക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റും, ഞങ്ങൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നവരാന്നൊക്കെ ചിലപ്പോ
നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷെ വിശുദ്ധ വേദപുസ്തകം അവരെ ഉപമിക്കുന്നത് മുന്തിരിവള്ളിയോടാണ്. മുന്തിരിവള്ളി എപ്പോഴാണ് മുന്തിരിവള്ളി ചിലപ്പോ അങ്ങനെ നിൽക്കാൻ തോന്നിയാലും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് പടർന്നു കിടക്കാൻ തോന്നിയെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയാം, അത് ഒരു പന്തലെ കിടക്കുമ്പോഴാണ്, ഒരു പന്തലെ കയറുമ്പോഴാണ്, അതിനൊരു നല്ല പന്തൽ ഉണ്ടാകുമ്പോഴാണ് അതിന് നന്നായി ഫലം കായ്ക്കാനിടയായിത്തീരുന്നത്. ഇവിടെ പറയുവാണ്, വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നന്നായി ഫലം കായ്ക്കുന്ന ഒരു മുന്തിരിവള്ളി ആയിരിക്കും ഭാര്യ എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പൊ ഭർത്താവിന്റെ സഹായവും സംരക്ഷണവും ആ ഭാര്യയ്ക്ക് ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഭർത്താവിന്റെ സഹായത്തോടു കൂടെ, ഭർത്താവിന്റെ സംരക്ഷണത്തോടു കൂടെ അങ്ങനെ ആ വീടിനകത്ത് ഫലപ്രദമാകണം. ചിലപ്പോഴൊക്കെ പ്രത്യേകിച്ച് ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഭാര്യമാരും വീടിനകത്തല്ല, വീടിന് പുറത്താണ് ഫലപ്രദമാകുന്നത്. പഞ്ചായത്തിൽ ഫലപ്രദമായിരിക്കും, ചിലപ്പോൾ നിയമസഭയിൽ ഫലപ്രദമായിരിക്കും. അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ പ്രത്യേക പരിഗണനകൾ ഉള്ളതുകൊണ്ട് പുറത്താണ് പലപ്പോഴും ഫലപ്രദമാകുന്നത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വീടിനകത്ത് ഫലപ്രദമാകണം. പുറത്ത് കാര്യങ്ങൾ ചെയ്യണം, സമൂഹത്തിൽ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യണം, പഞ്ചായത്തിലെ കാര്യങ്ങൾ നോക്കണം, നാട്ടിലെ സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ നോക്കണം, സഭയിലെ കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷെ അവിടെ മാത്രം ഫലപ്രദമായ പോരാ, വീടിനകത്ത് ഒന്നാമത് ഫലപ്രദമാകണം. വീടിനകത്ത് ഫലപ്രദമായ ശേഷം വേണം പുറത്ത് ആകാൻ. പുറത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വീടിനകത്തെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരാതെ ഏറ്റവും നല്ല നിലയിൽ പോകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഭർത്താവിന്റെ സഹായവും സംരക്ഷണവും ആവശ്യമുണ്ട്. പിന്തുണയും പ്രോത്സാഹനവും അവൾ പ്രതീക്ഷിക്കുന്നു. എങ്കിലേ ഫലം കായ്ക്കാൻ പറ്റുള്ളൂ. നല്ല പിന്തുണയുള്ള, നല്ല കൈത്താങ് കൊടുക്കുമ്പോഴാണ് അവർക്ക് ഫലം കായ്ക്കാൻ കഴിയുന്നത് എന്നാണ് വായിക്കുന്നത്. അങ്ങനെ മുന്തിരി നേരെ നിൽക്കുന്ന ചെടിയല്ല. മുന്തിരിയുടെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത അത് നേരെ നിൽക്കുന്നില്ല. രണ്ടാമത്തെ പ്രത്യേകത വളരെ ഫലം കായ്ക്കുന്ന ചെടിയാണ്. നന്നായി ഫലം കായ്ക്കാൻ പറ്റും. ആ മുന്തിരിവള്ളിക്ക് ആവശ്യമായ വെള്ളവും സൗകര്യങ്ങളും പന്തലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ മുന്തിരിവള്ളിയുടെ പ്രത്യേകത വളരെ ഫലം കായ്ക്കും. ആ വളരെ ഫലം കായ്ക്കുന്ന ഒരു നല്ല മുന്തിരിവള്ളി, ആ മുന്തിരിവള്ളിയെ കുറിച്ചാണ് ഇവിടെ 128 സംഘത്തിൽ വായിക്കുന്നത്. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, ഫലം കായ്ക്കാത്തതല്ല, നല്ല ഫലം കായ്ക്കുന്ന, നല്ല ഫലം തരുന്ന മുന്തിരിവള്ളി ആയിട്ടാണ് ഭാര്യയെ കുറിച്ച് ശുദ്ധ വേദപുസ്തകം പറയാനിടയായിത്തീരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടതായിത്തീരുന്നത്. സന്തോഷവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ഉത്തമമായ നല്ല സന്താനങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സഹോദരിമാരാണ്, ഭാര്യമാരാണ്. വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി ആ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയും ആ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ നന്നായി വളർത്തുന്നതും ഭാര്യമാരാണ്. വീടിനകത്ത് ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് അമ്മയുടെ കൂടെയാണ്, വീട്ടിലെ അമ്മയുടെ കൂടെയാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന ഉത്തരവാദിത്തം, അവരെ നല്ല നിലയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം, വളരെ കൊച്ചിലെ തന്നെ കർത്താവിനെ കൊടുത്ത് ദൈവമക്കളായി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം ഒക്കെ അമ്മമാരിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, അമ്മമാരിലാണ് ഉള്ളത്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയാ, നിന്റെ വലിയമ്മ ലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്ന അതേ വിശ്വാസം നിനക്കും ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അമ്മമാര് കൈമാറി കൊടുക്കുന്ന ആ ഒരു നല്ല വിശ്വാസം, ഒരു ദൈവ വിശ്വാസം. ഞാൻ നിങ്ങൾ പറയട്ടെ, എന്നെ കേൾക്കുന്ന അമ്മമാരോട്, എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവ് ഒരു തലമുറയെ നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിലേക്കാണ് വന്നിരിക്കുന്നത്. അവരെ വളർത്തിയെടുക്കുക. അവർക്ക് നല്ല ആരോഗ്യം മാത്രം പോരാ, അവർക്ക് നല്ല ആരോഗ്യമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ളവരായി മാത്രം വളർന്ന പോരാ, പകരം അവർക്ക് ദൈവഭയം ഉണ്ടാകണം, ദൈവ സ്നേഹം ഉണ്ടാകണം, ദൈവത്തെ അവർ സ്നേഹിക്കണം, അവർ ദൈവത്തെ പിൻപറ്റുന്നവരായി തീരണം. അവർക്ക് ദൈവത്തെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർക്കുള്ളതല്ല, നിങ്ങളുടെ പള്ളിയിലെ അച്ഛനുള്ളതല്ല, നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറിനുള്ളതല്ല. പകരം അവർക്ക് യേശുവിനെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം അമ്മമാരോട് പറയട്ടെ, നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് തന്നെ മക്കളെ നിങ്ങൾ അങ്ങനെ വളർത്തിയെടുക്കണം എന്നാണ് വായിക്കേണ്ടതായിത്തീരുന്നത്. അപ്പൊ സന്തോഷവും സമൃദ്ധിയുമുള്ള പ്രദാനം ചെയ്യുന്ന നല്ല ഉത്തമമായ തലമുറകളെ നമുക്ക് ഈ സഹോദരിമാരിൽ നിന്നാണ് ലഭിക്കുന്നത്. ഉത്തമമായ ഭാര്യ സ്നേഹവും ആർദ്രതയും സഹായവും സേവനവും വാത്സല്യവും ഒക്കെ ഉള്ള ആൾക്കാരാ. അപ്പൊ ഭാര്യമാര് ഭർത്താവിനെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, അവരോട് സ്നേഹത്തോടെ ഇടപെടണം, അവരോട് ആർദ്രതയോടെ ഇടപെടണം, അവർക്ക് വേണ്ട സഹായങ്ങൾ, അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്യാനാണ് കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി ആയിരിക്കും എന്ന് പറയാനിടയായിത്തീരുന്നത്. ഈ മുന്തിരിവള്ളിയുടെ ഒരു പ്രത്യേകത, അത് നല്ല തണല് തരുന്ന ചെടിയാണ്. അതിനെ
അത് വേലിയിൽ പടർന്നു വന്നാൽ, അത് നല്ല വേലിയൊക്കെ വെച്ച് കെട്ടി അത് നല്ല പന്തലൊക്കെ ഇട്ട് കൊടുത്ത് ആ പന്തലിനകത്ത് അത് പടർന്നു വന്നാൽ പ്രിയമുള്ളവരെ നല്ല ഫലം കായ്ക്കും എന്ന് മാത്രമല്ല, അത് നല്ല തണല് തരും. ഞാന് ചിലപ്പോ കമ്പത്തൊക്കെ പോകുമ്പോ, കമ്പത്ത് മുന്തിരിത്തോട്ടത്തിലൊക്കെ പോകും. ആ മുന്തിരിത്തോട്ടത്തിലൊക്കെ പോകുമ്പോൾ ഒരു സന്തോഷമാണ്. ആ നല്ല മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ കൊലയായിട്ട് പഴുത്ത് കിടക്കുന്നത് കാണാം. ചില മുന്തിരിക്കൊലയൊക്കെ ഒരു കൊലയൊക്കെ 1.5 കിലോ തൂക്കമുള്ള നല്ല കൊലകളുണ്ടാകാം. അപ്പോ നമുക്കിങ്ങനെ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് കടിച്ചതിനൊക്കെ തോന്നിപ്പോവും. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ നല്ല തണുപ്പ്, പുറത്ത് നല്ല ചൂടായിരിക്കും. കമ്പമൊക്കെ നല്ല ചൂടുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ നമ്മൾ ആ മുന്തിരിത്തോട്ടത്തിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്കൊരു നല്ല കുളിർമയുണ്ടാകും, നമുക്ക് നല്ലൊരു തണുപ്പ് കിട്ടും. അപ്പോ ഈ മുന്തിരിച്ചെടിയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബത്തിനകത്ത് തണുപ്പ് നൽകുക, ആ കുടുംബത്തിന് ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ നല്ല തണല് നൽകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും എല്ലാം നിങ്ങളൊരു തണലായി നിൽക്കണം, അവർക്കൊരു ആശ്വാസമാകണം, അവർക്കൊരു സമാധാനമാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഭാര്യമാരെ വിശേഷിപ്പിക്കുമ്പോൾ അവരെ മുന്തിരിവള്ളിയോട് ഉപമിക്കാനിടയായി തീരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ സഹോദരന്മാർ നന്നായി അധ്വാനിക്കുന്ന, നന്നായി കുടുംബം പുലർത്തുന്ന, സംരക്ഷിക്കുന്ന, പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ഭർത്താവായിരിക്കണം കുടുംബത്തിലെ ഭർത്താവ് എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഭാര്യയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ വീടിനകത്ത് ഫലപ്രദമായിരിക്കണം, നല്ല ഫലം കൊടുക്കുന്നതായിരിക്കണം, നല്ല ഫലമുള്ളതായിരിക്കണം ഭാര്യമാരെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മുന്തിരിത്തോട്ടത്തിനകത്ത് ചെല്ലുമ്പോൾ, മുന്തിരിച്ചെടിക്കകത്ത് അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഭയമില്ല, നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, നമുക്കൊരു പേടിയില്ല, നമുക്ക് സന്തോഷമാണ്, സമാധാനമാണ് അതിനകത്തോട്ട് ചെല്ലുമ്പോൾ. എന്ന കാര്യം എന്നറിയാമോ? അത് നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ് മുന്തിരിച്ചെടി. പക്ഷേ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ഈ വാക്യം പറയുമ്പോൾ പറയാറുണ്ട്, ചില ഭവനങ്ങളിലൊക്കെ ഭാര്യമാര് മുന്തിരിവള്ളിയല്ല, അവര് മുള്ളാണ് മുൾച്ചെടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. കാര്യം അങ്ങോട്ട് അടുക്കാൻ മേല, അടുക്കുമ്പോൾ വേദനിക്കും, നോവും, അവര് പ്രയാസപ്പെടുത്തും. പ്രിയമുള്ളവരെ, നിങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്നത്, ഭാര്യമാരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് വീടിനകത്ത് തണല് നൽകുന്ന, ആശ്വാസം നൽകുന്ന, നല്ല രുചികരമായ ഒരു അനുഭവം നൽകുന്ന മുന്തിരിച്ചെടിയാകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മുന്തിരി പടർന്നു കിടക്കുന്നതും പന്തലിൽ കീഴിൽ നല്ല തണലും തണുപ്പുമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നല്ല തണൽ ലഭിക്കുന്ന, നമുക്ക് നല്ല തണുപ്പ് ലഭിക്കുന്ന, മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ജീവിതമാണ് നയിക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ 128 സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി ഒരു ചെറിയ സങ്കീർത്തനമാണ്. ആ ചെറിയ സങ്കീർത്തനകത്ത് ഒരു കുടുംബം എങ്ങനെ ആകണം, ആ കുടുംബാംഗങ്ങൾ എങ്ങനെയാകണമെന്ന് വളരെ നന്നായി പറയുന്നതാണ് നമുക്ക് കേൾക്കാനിടയായി തീരുന്ന. പ്രിയമുള്ളവരെ, ഇന്ന് പല കുടുംബങ്ങളിലും ഭാര്യമാർ മുന്തിരിവള്ളി ആകുന്നില്ല, പകരം വല്ല ചൊറിയനുമായിട്ടോ അങ്ങനെയൊക്കെ ഒക്കെ വിഷമം ഉണ്ടാക്കുന്ന, പ്രതിസന്ധി ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും ഉള്ളത്. അത് ദൈവത്തെ സ്നേഹിക്കാത്ത കൊണ്ടാണ്, ദൈവത്തെ ബഹുമാനിക്കാത്ത കൊണ്ടാണ്, ദൈവത്തെ ആദരിക്കാത്ത കൊണ്ടാണ്. മക്കൾ അങ്ങനെ വരുമ്പോ, അങ്ങനെ അതിൽ നിന്ന് മാറിപ്പോയാൽ, മുന്തിരിവള്ളി അല്ലാതെ ആയി പോയാൽ മക്കൾ ഇഞ്ചമുള്ളായി പോകും എന്നാണ് മനസ്സിലാക്കാൻ ഇടയായിരുന്നത്. മക്കളും പ്രയാസമാകും, മക്കളും വേദനിപ്പിക്കുന്നതാകും. നമുക്ക് നമ്മുടെ കുടുംബം അങ്ങനെ ആകാതിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള കർത്താവിന്റെ പ്ലാൻ അങ്ങനെയല്ല. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 31-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അത് വിലയേറിയ മുത്തുകളിലും വിലയേറിയതാകുന്നു. പ്രിയമുള്ളവരെ, ഭാര്യമാർ സാമർത്ഥ്യമുള്ള ഭാര്യമാരാണെങ്കിൽ, അവര് ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, അവർ ദൈവവചന പ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ, അവർ തണല് നൽകുന്നവരാണെങ്കിൽ, അവർ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നവരാണെങ്കിൽ, അവരെ കുറിച്ച് പറയാ, സാമർത്ഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അത് മുറ്റിലും വിലയേറിയതാകുന്നു. പ്രിയമുള്ളവർ, അത് കർത്താവാ അത് തരുന്നത്, ദൈവത്തിനെ അത് തരാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെ സാമർത്ഥ്യമുള്ള ഭാര്യമാരുണ്ടാകട്ടെ. അവരെ കുറിച്ച് ആ സങ്കീർത്തനത്തിൽ തുടർന്നും വായിക്കുന്നത്, അവർ വീട് പണിയും, അവർ നല്ല 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 സ്വഭാവമുള്ളവരായിരിക്കും, അവർ മറ്റുള്ളവർക്ക് സമാധാനമായിരിക്കും എന്നൊക്കെ ആ 31-ാം സങ്കീർത്തനത്തിൽ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഭാര്യ എന്ന് പറയുന്നത് വീടിനകത്ത് ഫലപ്രദമായിരിക്കണം, സമാധാനം നൽകുന്നതായിരിക്കണം, തണുപ്പ് നൽകുന്നതായിരിക്കണം, ആശ്വാസം നൽകുന്നതായിരിക്കണം. അത് വീട്ടുകാർക്ക് മാത്രമല്ല, ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാൽ, ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് കയറി വന്നാൽ അവർക്ക് ആശ്വാസം കൊടുക്കുന്നത്, അവർക്ക് സമാധാനം കൊടുക്കുന്നത്, അവരെ സ്വീകരിക്കുന്നത്, അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ആ വീട്ടിലെ ഭാര്യയാണ്, ആ വീട്ടിലെ സ്ത്രീയാണ്. അതുകൊണ്ട് ആ വീടിനകത്ത്, വീടിന് ചുറ്റും, വീട്ടിലൊക്കെ നല്ല തണലുള്ള, നല്ല ആശ്വാസമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. അധ്വാനിക്കുന്ന, കുടുംബം നോക്കുന്ന, ആ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഭർത്താവുള്ള, ആ വീടിന് തണുപ്പ് നൽകുന്ന
വീടിന് ആശ്വാസം നൽകുന്ന, അത് രുചികരമാക്കി മാറ്റുന്ന, സ്വാദ് നൽകുന്ന ഭാര്യ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ വീട് സ്വർഗമായി മാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നത്. ആ വീടിന്റെ മൂന്നാമത്തെ ഭാഗം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ആ 4-ാം വാക്യത്തിൽ തന്നെ, 3-ാം വാക്യത്തിൽ തന്നെ നമ്മളിങ്ങനെ വായിക്കുന്നത്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. അപ്പോ ഭാര്യ മുന്തിരിവള്ളിയാണ്. ആ ആ ആ കൃഷിത്തോട്ടം, ആ തോട്ടത്തെ സൂക്ഷിക്കുന്ന, ആ തോട്ടത്തെ അധ്വാനിക്കുന്ന, ആ തോട്ടത്തെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവുണ്ട്. അങ്ങനെ ആ തോട്ടത്തിൽ അവിടെ പറയാണ്, ആ മുന്തിരിത്തോട്ടത്തിനകത്ത് അവിടെ ഫലപ്രദമായ ഒലിവ് വൃക്ഷങ്ങൾ എന്നാണ് വായിക്കുന്നത്. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. അവര് നമ്മുടെ മേശയ്ക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിനകത്ത്, അവര് നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ശ്രദ്ധയിൽ നമ്മുടെ മക്കൾ എപ്പോഴും ഉണ്ടായിരിക്കും. അവര് നല്ല ഒലിവ് തൈകളായിരിക്കും. ആ ഒലിവിൽ നിന്ന് നല്ല ഒലിവെണ്ണയൊക്കെ കിട്ടും. ഒലിവെണ്ണയൊക്കെ കിട്ടുന്നത് അത് വലിയ സമാധാനമാണ്, വലിയ ആശ്വാസമാണ്. നമ്മുടെ മക്കൾ നമുക്ക് സമാധാനമായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്ന ആ വീട്ടിലെ മക്കൾ അവര് ഒലിവ് തൈകളായിരിക്കും. അത് വേറെ എവിടെങ്കിലും അല്ല, അത് നമ്മുടെ മേശയ്ക്ക് ചുറ്റിലും, നമ്മുടെ വീടിനകത്ത് നമുക്ക് ആശ്വാസം നൽകുന്ന, നമുക്ക് സമാധാനം നൽകുന്ന നല്ല മുന്തിരിവള്ളി പോലെ അല്ല ഈ ഒലിവ് തൈകൾ. അത് നേരെ നിൽക്കുന്നതാ. അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു നല്ല ഒലിവ് തൈകളായിരിക്കും നമ്മുടെ മക്കൾ എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അവർ തഴച്ചു വളരുന്ന മക്കളായിരിക്കും. അവർക്ക് നല്ല വളർച്ച ഉണ്ടാകും. അവർക്ക് നല്ല വളർച്ച, അവരുടെ വളർച്ച എന്ന് പറയുന്നത് ശാരീരിക വളർച്ച മാത്രമല്ല. 116 കിലോ 125 കിലോ തൂക്കം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. പകരം അവർക്ക് നല്ല ബുദ്ധി ഉണ്ടായിരിക്കും. നല്ല ബുദ്ധിക്ക് നല്ല വളർച്ച ഉണ്ടായിരിക്കും. അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. അവർക്ക് നല്ല ദൈവഭയം ഉണ്ടായിരിക്കും, ദൈവ സ്നേഹം ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ വിധത്തിലും അവർ നല്ല വളർച്ചയുള്ളവരായിരിക്കും. അവർ തളർന്നു പോകുകയില്ല, അവർ ക്ഷീണിച്ചു പോകുകയില്ല. കാര്യം എന്തെന്നറിയാവോ? അവരെ സംരക്ഷിക്കുന്ന ഒരു പിതാവുണ്ട്. അവരെ സ്നേഹിക്കുന്ന, അവർക്ക് തണല് നൽകുന്ന, അവർക്ക് ആശ്വാസം നൽകുന്ന ഒരമ്മയുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൽ അവർ വളർന്നത്. മാത്രമല്ല, ആ 1-ാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? യഹോവയെ ഭയപ്പെടുന്ന കുടുംബമാണ് ആ കുടുംബം. യഹോവയെ സ്നേഹിക്കുന്ന കുടുംബമാണ് ആ കുടുംബം. നമ്മുടെ കുടുംബം ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബമാണെങ്കിൽ പ്രിയമുള്ളവർ, നമ്മുടെ കുടുംബമാണ് സ്വർഗം. ഒന്നുകൂടെ പറയട്ടെ, സ്വർഗത്തിന്റെ ഭൂമിയിലെ പതിപ്പാണ് നമ്മുടെ കുടുംബം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, രാവിലെ മുതൽ രാത്രി വരെ കിടന്ന് അധ്വാനിക്കണം, ഒത്തിരി അധ്വാനിക്കണം, ഒത്തിരി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു വെക്കുന്നത്. അതിനല്ല കർത്താവ് കുടുംബം എന്ന് പറയുന്നത്. പകരം അധ്വാനിക്കണം, അതിനൊരു സമയമുണ്ട്. പിന്നെ ചില സമയം നമ്മൾ വീട്ടിലിരിക്കണം. നമ്മുടെ വീട്ടിൽ ഭാര്യയുടെയും മക്കളുടെയൊക്കെ കൂടെ ഒരുമിച്ചിരിക്കുന്ന, സന്തോഷം അനുഭവിക്കുന്ന, സമാധാനം അനുഭവിക്കുന്ന ഒരനുഭവമാണ് കുടുംബം. അങ്ങനെയുള്ള കുടുംബം സ്വർഗം. അങ്ങനെയുള്ള കുടുംബമാണ് സ്വർഗം. ഭൂമിയിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ സ്വർഗമാക്കാൻ കഴിയും. അതിനുവേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നത്. യേശു ഭൂമിയിലേക്ക് വന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല പ്രിയമുള്ളവരെ. നമ്മളെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ കുടുംബത്തെ സ്വർഗമാക്കാൻ വേണ്ടിയാ. നമ്മുടെ കുടുംബം യേശു കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ കുടുംബം സ്വർഗമാകണം. പലപ്പോഴും പല മനുഷ്യർക്കും വീട്ടിൽ കയറി ചെല്ലാൻ ആഗ്രഹമില്ല. ഭർത്താക്കന്മാർക്ക് വീട്ടിൽ ചെല്ലാൻ ആഗ്രഹമില്ല. ചില ഭാര്യമാർക്ക് വീട്ടിൽ കയറാൻ ആഗ്രഹമില്ല. മക്കൾ രാത്രിയായാലും വീട്ടിൽ വരികയില്ല. എന്നാ കാര്യം എന്നറിയാവോ? വീട് സ്വർഗം അല്ലാത്തത് കൊണ്ടാ. വീട് സ്വർഗമാണെങ്കിൽ ജോലി തീർന്ന ജോലി കഴിഞ്ഞ അപ്പം തന്നെ ഓടി വീട്ടിലെത്താൻ തോന്നും. പെട്ടെന്ന് വീട്ടിൽ വരാൻ തോന്നും. വീട്ടിൽ വന്ന് അവിടെ ആ ഭാര്യയുടെയും മക്കളുടെ ഒക്കെ കൂടെ ഇരിക്കാൻ തോന്നും. എന്നാ കാര്യം എന്നറിയാവോ? അത് സ്വർഗം ആയതുകൊണ്ടാ. നമ്മുടെ കുടുംബങ്ങൾ സ്വർഗമായി മാറട്ടെ. നമ്മുടെ കുടുംബങ്ങൾ സ്വർഗമായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. സന്തോഷം അനുഭവിക്കുന്ന, സമാധാനം അനുഭവിക്കുന്ന ആ ഒരു നല്ല കുടുംബമായി തീരണമെന്ന് കർത്താവ് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, ചിലപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾ സ്വർഗം അല്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം സ്വർഗം അല്ലായിരിക്കും. നിങ്ങളുടെ കുടുംബം ഭൂമിയിലെ നരകമായിരിക്കും. ഞാൻ ഓർപ്പിക്കാം, എന്റെ കുടുംബം, ഞാൻ ജനിച്ചു വളർന്ന എന്റെ കുടുംബം, ആ കുടുംബം ഭൂമിയിൽ ഒരു നരകം ഉണ്ടെങ്കിൽ അത് എന്റെ കുടുംബമായിരുന്നു. ഒരു ദിവസം പോലും സമാധാനമില്ലാത്ത, ഒരിക്കൽ പോലും സമാധാനത്തോടെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റാത്ത, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു കുടുംബം. ഒരുമിച്ച് കൂടിയാൽ അപ്പോഴേ അടിയും വഴക്കുണ്ടാക്കുന്ന, എന്റെ അമ്മയും അപ്പനും ഒരുമിച്ച് കൂടിയ അന്നേരം അടിയും വഴക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. അങ്ങനെ ഭൂമിയിലെ നരകമായിരുന്ന ഞങ്ങളുടെ കുടുംബത്തെ പ്രിയമുള്ളവരെ 44 വർഷം മുമ്പ് ഒരു രാത്രിയിൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് യേശു കർത്താവ് വന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് വന്നു. യേശുവിനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ കർത്താവായി ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ വ്യക്തിപരമായി യേശുവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് യേശു കർത്താവ് വന്നപ്പോ, ഞങ്ങളുടെ കുടുംബം നരകമായിരുന്ന കുടുംബത്തെ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ സമയം കൊണ്ട് കർത്താവിനത് സ്വർഗമാക്കി മാറ്റാൻ പറ്റി. പ്രിയമുള്ളവരെ, എന്റെ കുടുംബത്തിലെ അപ്പനും അമ്മയും
സന്തോഷത്തോടെ ജീവിക്കുന്ന ഞങ്ങൾ അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം അവർ വളരെ സ്നേഹമുള്ളവരായി തീർന്നു. അവർ പരസ്പരം സ്നേഹിക്കുന്നവരായി തീർന്നു, കരുതുന്നവരായി തീർന്നു. ഞാൻ നിങ്ങൾ പറയട്ടെ, അത് സംഭവിച്ചത് എന്റെ കർത്താവിനാൽ സംഭവിച്ചതാ. ദൈവമാണ് അങ്ങനെ ആക്കിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് സമാധാനമില്ലാതെ ജീവിക്കുന്ന ആളാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് സമാധാനമില്ലാതെയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കൊരു വഴിയുണ്ട്. നിങ്ങൾക്ക് സമാധാനം പ്രാപിക്കാൻ ഒരു മാർഗമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ട്. നിങ്ങളുടെ കുടുംബത്തെ സ്വർഗമാക്കാനാ യേശു ഭൂമിയിലേക്ക് വന്നത്. യേശുവിന്റെ ഇഷ്ടം അതാ. കർത്താവിന്റെ ഇഷ്ടം നിങ്ങളുടെ കുടുംബം സ്വർഗമായി മാറണം തന്നെയാ. സമാധാനമുള്ള കുടുംബമായി തീരണം, മദ്യപാനമില്ലാത്ത കുടുംബമായി തീരണം, രോഗങ്ങളില്ലാത്ത കുടുംബമായി തീരണം, ശാപമില്ലാത്ത കുടുംബമായി തീരണം, അനുഗ്രഹിക്കപ്പെട്ട ഭർത്താവുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയുള്ള, അനുഗ്രഹിക്കപ്പെട്ട മക്കളുള്ള അങ്ങനെ ഒരു കുടുംബത്തെ കുറിച്ചാണ് സ്വർഗം കാണുന്നത്. അങ്ങനെ ഒരു കുടുംബത്തെയാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് പ്രദാനം ചെയ്യുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കാൻ ഒക്കെയല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തരാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി ഞങ്ങളുടെ പള്ളിയിൽ മാറി മാറി വന്ന ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒത്തിരി ഉപദേശിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പനെ അമ്മേനെ ഒക്കെ ഒത്തിരി ഉപദേശിച്ചിട്ടുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളിയിലെ മഠത്തിലെ കന്യാസ്ത്രീമാർ അവരതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കുടുംബം സമാധാനമാക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകന്മാർ, ഞങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ അപ്പനെയും അമ്മയൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബം ഒരു സ്വർഗമായി കാണണം, ഞങ്ങളുടെ കുടുംബം നന്നായി കാണണം എന്ന് അവരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും അത് സാധിച്ചില്ല. പോരാ, എൻ്റെ അമ്മ ഒത്തിരി കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. ഒത്തിരി വഴിപാടുകൾ, നേർച്ച കാഴ്ചകൾ ഒക്കെ എൻ്റെ അമ്മ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബം സന്തോഷമാകാൻ. ഒത്തിരി മന്ത്രവാദം പോലും പ്രിയമുള്ളവർ ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തിട്ടുണ്ട്. എന്തിനെന്നറിയാവോ? മന്ത്രവാദികളെ പോയി കണ്ടിട്ടുണ്ട്, അവരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്, അവർ കൊടുത്തതൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും ഞങ്ങളുടെ കുടുംബം സമാധാനമായില്ല, ഞങ്ങളുടെ കുടുംബം സന്തോഷമായില്ല. എന്നാൽ ഒറ്റ രാത്രി ഒരു മീറ്റിംഗിൽ, ഒരു സുവിശേഷ യോഗത്തിൽ അവിടെ വെച്ച്, യേശുവേ അങ്ങന്റെ കർത്താവാ, യേശുവേ അങ്ങയെ ഞാൻ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് എൻ്റെ അപ്പനും ഞങ്ങളും യേശു കർത്താവിനെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോ ആ ഒരൊറ്റ സമയം കൊണ്ട് പ്രിയമുള്ളവരെ, 14-ാമത്തെ വയസ്സിൽ ആരംഭിച്ച എൻ്റെ അപ്പന്റെ മദ്യപാനം അന്ന് മാറിപ്പോയി. വീട്ടിൽ സമാധാനം ഉണ്ടായി, സന്തോഷം ഉണ്ടായി. പ്രിയമുള്ളവരെ, അതുവരെ അമ്മയെ കുറ്റപ്പെടുത്തുന്ന അപ്പൻ, അപ്പനെ കുറ്റപ്പെടുത്തുന്ന അമ്മ, അപ്പനെ അമ്മയെ കുറ്റപ്പെടുത്തുന്ന മക്കൾ, അതെല്ലാം മാറി ഒരു നല്ല കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് മാറ്റി. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചിലപ്പോൾ യാദൃശ്യവശാലായിരിക്കും ഇത് കേൾക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് കേൾക്കുന്നതല്ലായിരിക്കും. പക്ഷെ യേശു കർത്താവിന്റെ പ്ലാനാണ് നിങ്ങളെ ഇത് കേൾപ്പിക്കുക, നിങ്ങളെ അറിയിക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന വാർത്ത നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ കർത്താവിന്റെ പ്ലാനാ. യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആർക്കും നിങ്ങളെ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ, ആർക്കും നിങ്ങളുടെ കുടുംബത്തെ ഒരു സ്വർഗമാക്കി മാറ്റിത്തരാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്കൊരു സമാധാനം തരാൻ ആർക്കും പറ്റിയില്ലെങ്കിൽ, സമാധാനം ആഗ്രഹിക്കുന്ന, സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന, സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന, കുടുംബത്തിലെ സന്തോഷം അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ കുടുംബത്തെ കർത്താവ് മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മദ്യപാനമൊന്നുമില്ല, വീട്ടിൽ മദ്യപിക്കുന്നില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടോ സമാധാനമില്ല, എന്തുകൊണ്ടൊക്കെയോ കുടുംബത്തിൽ സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. ആർക്കും അറിയത്തില്ല എന്തുകൊണ്ടാ. നല്ലൊരു ഭർത്താവാ, ഭാര്യയെ കുഴപ്പമില്ല, മക്കളും കുഴപ്പമില്ല, പക്ഷെ എന്തുകൊണ്ടോ സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വ്യത്യാസം തരാൻ യേശു ആഗ്രഹിക്കുന്നു, നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനം എടുത്തു കളയുന്നത് പിശാചാണ്, ദൈവമല്ല. പ്രിയമുള്ളവരെ, പിശാച് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കള്ളൻ വരുന്നത് അറക്കാനും കുടിക്കാനും മോഷ്ടിക്കാനുമാണ്. പ്രിയമുള്ളവരെ, ആ കള്ളൻ പിശാചാ. ആ പിശാചിന് മോഷ്ടിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ മീൻചട്ടി പിശാചിന് വേണ്ട, നിങ്ങളുടെ അലമാരി ഇരിക്കുന്ന സാരി പിശാചിന് വേണ്ട, നിങ്ങളുടെ അലമാരിക്കകത്തോ നിങ്ങളുടെ വീട്ടിലോ ഇരിക്കുന്ന ഒരു വസ്തുവും പിശാചിന് വേണ്ട. പിശാചിന് വേണ്ടത് നിങ്ങളുടെ സമാധാനമാണ്, പിശാചിന് വേണ്ടത് നിങ്ങളുടെ ആരോഗ്യമാണ്, പിശാചിന് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ സ്വസ്ഥതയാണ്. അതാണ് പിശാച് മോഷ്ടിക്കുന്നത്. അങ്ങനെ പിശാച് നിങ്ങളുടെ കുടുംബത്തെ അറുത്ത് മുടിച്ച് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പറയട്ടെ, ആ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ വന്നിരിക്കുന്നത്, യേശു വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമർത്ഥമായ ജീവൻ ഉണ്ടാകാനും. ആർക്ക്? പിശാച് ആരെ അർത്ഥോ, പിശാച് ആരെ മോഷ്ടിച്ചോ, പിശാച് ആരെ തകർത്തോ, അവർക്ക് ജീവൻ ഉണ്ടാകാൻ, അവർക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകാൻ. അതിനാ യേശു ഭൂമിയിലേക്ക് വന്നത്. ഇന്ന് പിശാചിനാൽ അറക്കപ്പെട്ടവരാണെങ്കിൽ, പിശാചിനാൽ തകർക്കപ്പെട്ടവരാണെങ്കിൽ, പിശാച് നിങ്ങളുടെ സമാധാനം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, പിശാച് നിങ്ങളുടെ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, പിശാച് നിങ്ങളുടെ സ്വസ്ഥത എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാമോ? യേശുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് വിളിക്കാമോ? യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്റെ ഭവനത്തിലേക്ക് വരണമെന്ന് പറയാമോ? പ്രിയമുള്ളവരെ, പിശാച് കൊണ്ടുപോയത്
കർത്താവ് തിരിച്ചു കൊണ്ടുവരും. പിശാച് കൊണ്ടുപോയത് നിങ്ങൾക്ക് കർത്താവ് തിരിച്ചു തരും. അത് സമർത്ഥമായി തരും. അവർക്ക് ജീവൻ ഉണ്ടാകാനും സമർത്ഥമായ ജീവൻ ഉണ്ടാകാനും. പ്രിയമുള്ളവരെ, യേശു വന്നാൽ നമ്മുടെ കുടുംബം സമർത്ഥമാകും, നമ്മുടെ ജീവൻ സമർത്ഥമാകും, നമ്മുടെ ആരോഗ്യം സമർത്ഥമാകും, നമ്മുടെ സന്തോഷം സമർത്ഥമാകും. നമുക്ക് സന്തോഷവും സമാധാനവും കർത്താവ് ധാരാളമായി തരും. അങ്ങനെയാണ് നമ്മുടെ കുടുംബത്തെ കർത്താവ് സ്വർഗമാക്കി മാറ്റുന്നത്. അപ്പോ ഇവിടെ വായിക്കുന്നത് മൂന്നാമത്തെ ഭാഗം തളച്ചു വളരുന്ന മക്കളെയാണ് വിശുദ്ധ വേദപുസ്തകം അവിടെ നമ്മളെ പഠിപ്പിക്കാൻ ഇടയായിത്തീരുന്നത്. കുടുംബത്തിലെ മൂന്നാമത്തെ ഘടകമാണ് മക്കൾ തഴച്ചു വളരുന്ന ഫലം കായ്ക്കുന്ന ഒലിവ് തൈകളായിരിക്കും എന്നാണ് ഇവിടെ നമ്മളോട് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അത് മേശയ്ക്ക് ചുറ്റും സമ്മേളിച്ച് സന്തോഷപൂർണ്ണമാക്കുന്നു. നമ്മുടെ വീട്ടിൽ മേശയ്ക്ക് ചുറ്റും സമ്മേളിക്കുന്ന, നമ്മുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന, ഒരുമിച്ചിരുന്ന് ആ ഭക്ഷണം കഴിക്കുമ്പോൾ, പ്രിയമുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കണം, ഒരുമിച്ചിരിക്കണം. ബാക്കി സമയങ്ങളൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും നമുക്കെല്ലാം ഒന്നിച്ചിരിക്കാനും നമുക്ക് ഒരുമിച്ച് സംസാരിക്കാനും ഒക്കെ പറ്റണം. അതുകൊണ്ട് ആ മക്കളെ കുറിച്ച് പറയുമ്പോൾ മേശയ്ക്ക് ചുറ്റിലും, അവരുടെ മേശയ്ക്ക് ചുറ്റിലും ഒലിവ് തൈകൾ. അപ്പൊ തന്നെ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും പല വീടുകളിലും 1 അല്ലെങ്കിൽ 2 അത്രയൊക്കെ മക്കളുള്ളൂ. ഒരു കൊച്ച് അല്ലെങ്കിൽ 2 കൊച്ചൊക്കെ നമ്മുടെ എല്ലാവരുടെയും സാധാരണ വീടുകളിലൊക്കെ ഉള്ളത്. ഞാൻ നിങ്ങൾ പറയട്ടെ, കർത്താവ് ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മേശയ്ക്ക് ചുറ്റും, നമുക്കറിയാം, നമ്മുടെ ഡൈനിങ് ടേബിളിന് കുറഞ്ഞ പക്ഷേ ഒരു 3-4 കസേരയിലും ഉണ്ടാവും. ഏറ്റവും ചെറിയ ഡൈനിങ് ടേബിളിനും ഒരു 4-5 കസേരയൊക്കെ ഉള്ളതാ സാധാരണ ഡൈനിങ് ടേബിളൊക്കെ. അപ്പൊ അതിന് ചുറ്റും ഉണ്ടായിരിക്കണം. അപ്പൊ മേശയ്ക്കിടെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു കസേര ഇടണമെന്നല്ല, മേശയ്ക്ക് ചുറ്റും കസേര ഇടുന്ന പോലെ നമ്മുടെ കുടുംബങ്ങൾ തലമുറകളെ കൊണ്ട് നിറയട്ടെ, മക്കളെ കൊണ്ട് നിറയട്ടെ. ഒത്തിരി മക്കൾ ഉണ്ടാകട്ടെ. കർത്താവിന്റെ ഇഷ്ടം അതാ. കർത്താവിന്റെ ഇഷ്ടം 1 അല്ല, കർത്താവിന്റെ ഇഷ്ടം 2 അല്ല, കർത്താവിന്റെ ഇഷ്ടം നിറച്ചുണ്ടാകണം. ആ മക്കൾ എത്രയുണ്ടോ അത് നമ്മുടെ അനുഗ്രഹമാണ്. മാതാപിതാക്കളോട് ഞാൻ പറയാം, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന യുവാക്കന്മാരോട് ഞാൻ പറയാം, മക്കൾ ദൈവം തരുന്ന ദാനമാണ്, അത് ദൈവം തരുന്ന ഗിഫ്റ്റ് ആണ്. അതുകൊണ്ട് അത് നമുക്ക് ധാരാളം ഉണ്ടാകണം, ധാരാളം മക്കൾ ഉണ്ടാകട്ടെ, അവരെല്ലാം ദൈവമക്കളായി വളരട്ടെ, അവരെല്ലാം കർത്താവിൽ വളർത്താൻ പറ്റട്ടെ. അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മേശയ്ക്ക് ചുറ്റും ഒലിവ് വൃക്ഷങ്ങളായിരിക്കും എന്നാണ് വായിക്കുന്നത്. മേശയ്ക്ക് ചുറ്റും സമ്മേളിക്കുന്ന, വീട്ടിൽ ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു നല്ല ഒരു സമ്മേളന നഗരിയായി നമ്മുടെ കുടുംബം മാറണം. നമുക്കറിയാം, ചിലപ്പോൾ ചില സംഘടനകളുടെ ഒക്കെ സമ്മേളനത്തിനൊക്കെ പോകും, വണ്ടിയൊക്കെ പിടിച്ച് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ സമ്മേളനത്തിനൊക്കെ നമ്മൾ പോകാറുണ്ട്. അത് സമ്മേളനമൊക്കെ വരുമ്പോഴത്തേക്ക്, സമ്മേളന സ്ഥലത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉത്സാഹമാണ്, ഒരു സന്തോഷമാണ്. നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു സമ്മേളനം നടക്കട്ടെ, വീടിന് അകത്ത് സമ്മേളനം ഉണ്ടാകട്ടെ. കുടുംബത്തിനകത്ത് മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ തഴച്ചു വളരുന്ന, സമ്മേളിക്കുന്ന, സന്തോഷപൂർണ്ണമാകുന്ന ഒരു അനുഭവമാണ് ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരുമയാണ് പ്രധാനം. ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരുമ. അവരൊരുമിച്ച് ഒരേപോലെ ഒരു സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ഭക്ഷിക്കുന്ന, ഒരുമിച്ച് സംസാരിക്കുന്ന കുടുംബമാകണം നമ്മുടെ കുടുംബം. പല കുടുംബങ്ങളിലും അപ്പനും മക്കൾക്കും ആഹാരം കൊടുക്കും, അമ്മ പിന്നെ എപ്പോഴേലും കഴിക്കും. അല്ലെങ്കിൽ അമ്മയും അപ്പനും ആഹാരം കഴിക്കും, മക്കൾ പിന്നെ എപ്പോഴേലും വരുമ്പോൾ കഴിക്കും. അതല്ല വേണ്ടത്. എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന കുടുംബമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് ആഹാരം കഴിക്കുന്ന, ഒരുമിച്ച് സംസാരിക്കുന്ന ഒരു നല്ല കുടുംബത്തെ കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പല കുടുംബങ്ങളും അതിനു പകരം ലോഡ്ജ് പോലെയാണ്. അവരുടെ സമയത്ത് വരുന്നു, അവർ വന്ന് കിടക്കുന്നു, അവർ രാവിലെ എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ഒരു ലോഡ്ജിന് പകരമായി പല വീടുകളും മാറിപ്പോവുക. പ്രിയമുള്ള, നമ്മുടെ കുടുംബം ഒരു ലോഡ്ജായി മാറാതിരിക്കട്ടെ. നമ്മുടെ ഭവനം ഒരു നല്ല കുടുംബമായി തീരട്ടെ, സ്നേഹമുള്ള ഒരു നല്ല കുടുംബമായി തീരട്ടെ. പ്രിയമുള്ളവരെ, മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് സംസാരിക്കാൻ പറ്റണം. അതിനാണ് അവിടെ മേശയ്ക്ക് ചുറ്റും എന്ന് പറയാനിടയായിരുന്നത്. ഒരു കുടുംബ സദസ്സാകണം നമ്മുടെ ഭക്ഷണമേശ ഒരു കുടുംബ സദസ്സാകണം. ഒരുമിച്ച് സംസാരിക്കുന്നത്. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് വീട്ടിലെ ഗൃഹനാഥന്റെ അഭിപ്രായം ആയിരിക്കില്ല അവിടുത്തെ അമ്മയുടെ അഭിപ്രായം, അവിടുത്തെ ഗൃഹനാഥയുടെ അഭിപ്രായം. രണ്ടുപേരുടെയും അഭിപ്രായം ആയിരിക്കില്ല മക്കളുടെ അഭിപ്രായം. അപ്പൊ പല അഭിപ്രായങ്ങളും അങ്ങനെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു വീട് പണിയാൻ ആഗ്രഹിച്ചാൽ ആ വീടിന്റെ പണിയെക്കുറിച്ച്, അല്ല നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാൽ ആ കാര്യത്തെക്കുറിച്ച് ഒക്കെ പലവിധമായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. വീട്ടിലെ അപ്പന് മാത്രമല്ല അഭിപ്രായം, അമ്മയ്ക്ക് മാത്രമല്ല അഭിപ്രായം, മക്കൾക്ക് മാത്രമല്ല അഭിപ്രായം. മക്കളുടെ അഭിപ്രായം ചിലപ്പോൾ അത് ന്യൂജൻ അഭിപ്രായങ്ങളായിരിക്കും. പ്രത്യേകിച്ച്
നമ്മുടെ മക്കളൊക്കെ ഇപ്പം കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ആയവരാ. അവര് ഒത്തിരി നമ്മളെക്കാൾ ഒത്തിരി ഡെവലപ്പ് നമ്മുടെ മക്കളൊക്കെ. അപ്പോൾ ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, അവർക്ക് നല്ല ഐഡിയകൾ ഉണ്ടാകും. അവർ മക്കളായതുകൊണ്ട് ഐഡിയ ഇല്ലാത്തവരല്ല, അവർക്ക് നല്ല ഐഡിയകൾ ഉണ്ടാകും. അപ്പോൾ ആ ഐഡിയകളെല്ലാം കൂടെ, ആശയങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സ്ഥലമായിരിക്കണം നമ്മുടെ മേശ. നമ്മൾ ഒരുമിച്ച് സമ്മേളിക്കുന്ന ആ സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റണം. ഒരു കുടുംബ സദസ്സ് നമ്മുടെ വീടിനകത്തുണ്ടാകണം. ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒലിവ് കൊമ്പുകൾ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനത്തിൽ വായിച്ചത് അവര് വീടിനകത്ത് ഒലിവ് കൊമ്പുകളായിരിക്കുമെന്നല്ല, പകരം ഒലിവ് തൈകളായിരിക്കും എന്നാണ് നമ്മളോട് വായിക്കേണ്ടതായിരുന്നത്. ശാഖയ്ക്ക് വേറിട്ട ഒരു അസ്തിത്വമില്ല. ഒരു കമ്പിന് വേറിട്ട ഒരു അസ്തിത്വമില്ല. ആ കമ്പ് ആ മരത്തിൽ നിന്ന് മാറിയാൽ പിന്നെ അതിന് ജീവിക്കാൻ പറ്റിയല്ല. പക്ഷേ ഇവിടെ പറയുന്ന ഒലിവ് തൈകൾ പോലെ ആയിരിക്കും. ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ശിഖരങ്ങളല്ല, പകരം അവര് വ്യക്തിപരമായ വ്യക്തിത്വമുള്ള, അവർക്ക് തനതായി നിലനിൽക്കാൻ കഴിയുന്ന തൈകളാണ് അവര്. ഇല്ലെങ്കിൽ നിങ്ങളില്ലാതാകുമ്പോ അവരില്ലാതായി പോകും. അതുകൊണ്ട് കർത്താവ് വളരെ വ്യക്തമായിരുന്നു, ഒലിവ് തൈകളായിരിക്കും. അവർക്ക് വ്യക്തിത്വം ഉണ്ടായിരിക്കും. അവർക്ക് സ്വയമായി നിൽക്കാൻ പറ്റുന്നവരായിരിക്കും. അവരെ പറിച്ചു നട്ടാൽ അവിടെ നടാൻ പറ്റുന്നവരാകും. ആ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ തൈകളാകാൻ നമ്മൾ അനുവദിക്കണം, കമ്പുകളാക്കരുത്. നമ്മുടെ മക്കളെ കമ്പുകളാക്കരുത്, നമ്മുടെ കമ്പുകളാക്കി വെക്കരുത്. പകരം അവരെ തൈകളാകട്ടെ. അവർക്ക് നിൽക്കാൻ, സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്ന, അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന, അവർക്ക് തന്നെ ഉള്ള ഒരു അസ്തിത്വമുള്ള ഒരു നല്ല ഒരു വ്യക്തിത്വം നമ്മുടെ മക്കൾക്കുണ്ടാകണം. ശാഖയ്ക്ക് വേറിട്ട് അസ്തിത്വമില്ല, പക്ഷെ തൈകൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. മക്കൾക്ക് ആവശ്യമായ സ്വാതന്ത്ര്യവും പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും പ്രോത്സാഹനവും നമ്മൾ കൊടുക്കണം. അവരെ വ്യക്തിപരമായി വളർത്തിയെടുക്കണം. അവരെ കഴിവുള്ളവരാക്കി മാറ്റണം. അവരെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. എല്ലാ കാലത്തും അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കരുത്. ചിലപ്പോഴൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ രീതികളൊക്കെ അവരെ ബ്രോയിലർ ആക്കി മാറ്റുന്നു. നമ്മുടെ മക്കളെ ബ്രോയിലർ ആക്കി മാറ്റുന്നു. അത് മാതാപിതാക്കൾക്ക് ഇഷ്ടമതാ. വീട്ടിന് മുറ്റത്ത് വണ്ടി വരുന്നു, ആ വണ്ടിയിലോട്ട് എടുത്ത് വെക്കുന്നു. വൈകുന്നേരം അവിടുന്ന് സ്കൂളിൽ നിന്ന് വണ്ടിയിലോട്ട് കയറ്റി വിടുന്നു. ഇവിടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്നു, എന്തോ പാഴ്സൽ എടുക്കുന്ന പോലെ നമ്മുടെ മക്കളെ ഇങ്ങോട്ട് എടുക്കുന്നു. അങ്ങനെ അവരൊരു ബ്രോയിലറായി മാറുന്നു. അതേസമയം നടന്ന് തന്നെ സ്കൂളിൽ പോയി ബസ് കയറി അല്ലെങ്കിൽ പബ്ലിക് ബസ്സൊക്കെ കയറി അവര് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ അവര് ശേഷിയുള്ളവരായി തീരും, അവര് കരുത്തന്മാരായി തീരും, അവര് ശക്തന്മാരായി തീരും. അങ്ങനെ അവരെ വളർത്തിയെടുക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്ന, സ്വന്തം കഴിവുകളുള്ള, സ്വന്തമായി ചിന്തിക്കാൻ പറ്റുന്ന, സ്വന്തമായി കാര്യങ്ങൾ അവരെ നമ്മൾ പബ്ലിക് ബസ് കയറിയാണ് അവർ സ്കൂളിൽ പോകുന്നതെങ്കിൽ അവര് കാത്തിരുന്ന ബസ് വന്നില്ലെങ്കിൽ അവരുടനെ ചിന്തിക്കും, എന്നാ ചെയ്യുന്നേ, അടുത്ത പണി എന്നാ. അവരാലോചിക്കും. അല്ല സ്കൂൾ ബസ്സിൽ പോകുന്നവരെ സംബന്ധിച്ചോളം അതിന്റെ ഒന്നും ആവശ്യമില്ല. അവരെ ഒരു വണ്ടിക്കകത്ത് വെച്ചു, അവരവിടെ കൊണ്ട് ഇറക്കി, തിരിച്ചവിടെ നിന്ന് കയറ്റി വിട്ടു, ഇവിടെ കൊണ്ട് ഇറക്കി, ഇത്ര പരിപാടിയുള്ളൂ. പ്രിയമുള്ളവരെ, അപ്പം സ്വന്തമായി ചിന്തിക്കാനുള്ള ചിന്താശേഷി നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി അവരെ ഉത്സാഹിപ്പിക്കണം. അവരെ കൊണ്ട് ജോലികൾ ചെയ്യിക്കണം, വീട്ടിലെ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണം, അവരെ കടയിൽ പറഞ്ഞു വിടണം, സാധനങ്ങൾ വാങ്ങിക്കാൻ അവരെ പഠിപ്പിക്കണം, മനുഷ്യരുമായി ബന്ധപ്പെടാൻ അവരെ പഠിപ്പിക്കണം, അയലോക്കത്ത് പറഞ്ഞു വിടണം, അവരുമായി ബന്ധപ്പെടാൻ, അവരോട് സംസാരിക്കാൻ, അവരോട് ബന്ധപ്പെടാനൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ പ്രത്യേകത, അവരെല്ലാം സോഷ്യൽ മീഡിയയിലാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അവർ പെരയ്ക്കകത്തായിരിക്കും, ഒരു മുറിക്കകത്തായിരിക്കും. അയലോക്കത്തെ വീട്ടിലെ ആരെയും അവർക്ക് പരിചയം ഉണ്ടാകുകയില്ല, നാട്ടിലുള്ള ആരുടെ ഒരു കാര്യം അറിയത്തില്ല, നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം അറിയില്ല. അവർ അറിയണമെങ്കിൽ വാട്സാപ്പിൽ വരണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരണം. അപ്പോഴേ അവർ വിവരങ്ങൾ അറിയുള്ളൂ. അല്ലാത്ത പക്ഷം അവർ ഒരു കാര്യം അറിഞ്ഞെന്ന് വരികയല്ല. പ്രിയമുള്ളവരെ, വലിയ മഴ പെയ്താൽ അവർ അറിയില്ല, കൊടുങ്കാറ്റുണ്ടായാലും അവർ അറിയില്ല, അവർ ചുറ്റുപാടുകൾ നടക്കുന്ന ഒരു കാര്യം അറിയില്ല. അങ്ങനെ വളരരുത്. പകരം അവര് ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു സാമൂഹിക ജീവിയായി വളരാൻ, തനതായി നിൽക്കാൻ പറ്റുന്ന, സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്ന, അപ്പനും അമ്മയും ഇല്ലാതായാലും അവർക്ക് നിൽക്കാൻ പറ്റുന്ന അസ്തിത്വമുള്ളവരായിരിക്കണം അവരെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കണം. ആവശ്യമുള്ള തിരുത്തലുകളും മാർഗനിർദ്ദേശങ്ങളും നമ്മൾ നൽകണം. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അവർക്ക് ആവശ്യമുള്ള തിരുത്തലുകൾ കൊടുക്കണം, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം. അല്ലാതെ അവരെ എപ്പോഴും ഫീഡ് ചെയ്യുന്നവരല്ല, അവരെ നമ്മൾ ഉപദേശിക്കുന്നവരാകണം. അവരെ നമ്മൾ വഴി കാണിച്ചു കൊടുക്കുന്നവരാണ്. ഇതാ പോനെ വഴി, ഇതിലെ പോകാൻ പറയണം, അവരെ പറഞ്ഞു വിടണം. അങ്ങനെ അവരെ വിടാൻ പറ്റുന്നവരാകണം. മേശയിൽ നിന്ന് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പോഷണം ലഭിക്കണം. ശരീരത്തിന് മാത്രം കിട്ടിയാൽ പോരാ. ആ ആഹാരം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഡൈനിങ് ടേബിളിൽ ചുറ്റി ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രമുള്ള ആഹാരം കിട്ടിയാൽ പോരാ. അവിടുന്ന് നമ്മുടെ മനസ്സിനും
നമ്മുടെ ആത്മാവിനും ഒക്കെയുള്ള പോഷണം ലഭിക്കുന്ന സ്ഥലമായിരിക്കണം നമ്മുടെ മേശ, നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ഒരുമിച്ച് കൂടൽ, നമ്മുടെ സമ്മേളനം, നമ്മുടെ കുടുംബ സമ്മേളനം. അത് നമ്മൾക്ക് എല്ലാ വിധത്തിലും നമുക്ക് വളർച്ച ഉണ്ടാക്കണം, നമ്മുടെ മക്കൾക്ക് വളർച്ച ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മക്കൾ കുടുംബത്തിന് ശക്തിയും സംരക്ഷണവും നൽകുന്നു. നമ്മുടെ മക്കളാ നമ്മുടെ ശക്തി, അവരാ നമ്മുടെ ഒരു ബലം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നത്. പ്രിയമുള്ളവരെ, അതിന്റെ മുകളിലത്തെ സങ്കീർത്തനം 127 സങ്കീർത്തനം ഇങ്ങനെയാണ് വായിക്കുന്നത്: മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. പ്രിയമുള്ളവരെ, അപ്പൊ മക്കൾ ഉള്ള, യൗവനത്തിലെ മക്കളുള്ള നല്ല ആ കുടുംബനാഥന്റെ പ്രത്യേകത, മക്കൾ കുടുംബത്തിന്റെ ഒരു ബലമാണ്. ആ കുടുംബനാഥനെ കുറിച്ച് പറയാം, അവര് പട്ടണവാതിൽക്ക് വെച്ച് സംസാരിക്കുമ്പോൾ അവൻ ലജ്ജിച്ചു പോകുകയില്ല. കാര്യം അവരുടെ പുറകിൽ ഒരു തലമുറയുണ്ട്, അവരെ സംരക്ഷിക്കുന്ന മക്കളുണ്ട്, അവർക്ക് ബലമായി നിൽക്കുന്ന മക്കളുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അവിടെ ആ സംഗീതത്തിലും പറയുന്നത്, മക്കളുടെ എണ്ണത്തെ കുറിച്ച് പറയുന്നത്, ആവനാഴിക നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മക്കളെ കൊണ്ട് ആവനാഴിക നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കളുടെ എണ്ണങ്ങൾ വർദ്ധിക്കട്ടെ. നമുക്ക് കർത്താവ് തരുന്ന മക്കളെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. ധാരാളം മക്കൾ കർത്താവ് നമുക്ക് ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ തലമുറകളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് മക്കൾ വേണം, നല്ല മക്കൾ വേണം, എണ്ണം കൂടണം, ആവനാഴിക നിറയ്ക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ആവനാഴിക നിറച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണല്ലോ നമ്മളവിടെ വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, അപ്പോ ഇനി അതിന്റെ നാലാമത്തെ അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. 5-ാം വാക്യം പറയുന്നു: യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. അപ്പൊ യെരൂശലേമിന്റെ നന്മ. അപ്പൊ ഒരു കുടുംബം ആ കുടുംബത്തിനകത്ത് ഒതുങ്ങുന്നില്ല, ഒരു ഭവനത്തിനകത്ത് ഒതുങ്ങുന്നില്ല. ആദ്യം പറഞ്ഞു ഭർത്താവ് എങ്ങനെയായിരിക്കണം, കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം, അത് കഴിഞ്ഞ് ഭാര്യ എങ്ങനെയായിരിക്കണം, അത് കഴിഞ്ഞ് മക്കൾ എങ്ങനെയായിരിക്കണം. ഇതെല്ലാം പറഞ്ഞ ശേഷം ആ പെരക്കകത്ത് അത് ഒതുങ്ങിയില്ല. അത് കഴിഞ്ഞ് പറയാ, അവൻ അവിടെ വായിച്ചു ഇങ്ങനെയാണ്: നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. യെരൂശലേമിന്റെ നന്മയെ കാണുന്ന കുടുംബമായിരിക്കണം നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ സഭയോടും സമൂഹത്തോടുമുള്ള ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ വീടിനകത്ത് മാത്രം നമ്മുടെ കുടുംബം ഒതുങ്ങരുത്, നമ്മുടെ കുടുംബം പുറത്തേക്ക് വ്യാപിക്കണം. പുറത്തേക്ക് വ്യാപിക്കുന്നതാണ് യെരൂശലേമിന്റെ നന്മ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ നന്മ. അത് നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ ആഗ്രഹം നമ്മളെ കർത്താവാക്കി വെച്ചിരിക്കുന്ന ആ സഭയിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ സഭയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ആ സഭയെ പരിപോഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളും കൂടെ കൂടുന്നതാണ് സഭ എന്നറിയണം. യെരൂശലേമിന്റെ നന്മയെ കാണാൻ ആഗ്രഹിക്കണം. നിങ്ങളെ കർത്താവാക്കി വെച്ചിരിക്കുന്നിടത്ത് അവിടെ സന്തോഷത്തോടെ ആ യേശുവിനെ ആരാധിക്കുന്ന, കർത്താവിനെ ആരാധിച്ച് അവിടെ നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കണം. അപ്പൊ സഭയെക്കുറിച്ചൊരു ഉത്തരവാദിത്വം, സഭയോടും സമൂഹത്തോടും നമ്മുടെ കുടുംബത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ കുടുംബം ആ പെരക്കകത്ത് ഒതുങ്ങരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ സഭയുടെ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ സമൂഹത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയിൽ നമുക്കൊരു പങ്കുണ്ടായിരിക്കണം എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ അവിടെ വായിക്കുന്നത്, ആയുഷ്കാലം ഒക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. അവിടെ അത് ഒരു രാഷ്ട്രമാണ്, അതൊരു സഭയാണ്. അപ്പോ അതിന്റെ നന്മയെ നമ്മൾ ആഗ്രഹിക്കണം. കുടുംബം മാത്രം നോക്കുന്നവരല്ല, സഭയും തന്റെ കാര്യമാണെന്ന് അറിയണം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒതുങ്ങിപ്പോവുക, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി, നമ്മുടെ വീടിന്റെ കാര്യം മാത്രം നോക്കി, നമ്മുടെ മക്കളുടെ കാര്യം മാത്രം നോക്കി നമ്മളങ്ങ് മാറിപ്പോവുക. അങ്ങനല്ല, പകരം നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് നമ്മുടെ സഭയും എന്നുള്ള കാര്യം മറന്നു പോകരുത്. യെരൂശലേമിന്റെ നാശം ജനതയുടെ നാശമാണ്. അതുകൊണ്ട് യെരൂശലേമിന്റെ നാശമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ സഭയുടെ നാശം നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മുടെ സമൂഹത്തിന്റെ നാശം നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മുടെ രാഷ്ട്രത്തിന്റെ നാശം നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ ആ രാഷ്ട്രത്തോട് ബന്ധപ്പെട്ടവരാണ്. നമ്മളെ കർത്താവാക്കി വെച്ചിരിക്കുന്ന രാജ്യത്തോട്, ഇന്ത്യ മഹാരാജ്യത്തോട് നമുക്ക് നല്ല കൂറുണ്ടാകണം. ആ രാജ്യത്തോട് നമുക്ക് സ്നേഹം ഉണ്ടാകണം. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സഭയോട് നമുക്കൊരു താല്പര്യം ഉണ്ടാകണം. അതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് മറന്നു പോകരുത്. ദൈവത്തിന്റെ സഭയുടെ നന്മയും അഭിവൃദ്ധിയും നമ്മുടെ ലക്ഷ്യമാകണം. നമ്മളെ കർത്താവാക്കി വെച്ചിരിക്കുന്ന സഭയുടെ നന്മ, അതിന്റെ അഭിവൃദ്ധി, അതെങ്ങനെയൊക്കെ പോട്ടെ. ഞാൻ ഞായറാഴ്ച പോയി പള്ളിയിൽ പോയിട്ട് ഞാൻ തിരിച്ചു വീട്ടിൽ പോകും, അതല്ല പരിപാടി. നമ്മുടെ സഭയുടെ അഭിവൃദ്ധി അത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. അതിനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അവിടെ പറയാ, യെരൂശലേമിന്റെ നന്മയെ നീ കാണും. അവിടെ അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ മക്കളെ നീ കാണും, ഇസ്രായേലിന്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ. അതിന് മുകളിലത്തെ വാക്യം, നിന്റെ ആയുഷ്കാലം ഒക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. അവിടെ ദീർഘായുസ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നല്ലൊരു കുടുംബത്തിന്റെ പ്രത്യേകത,
കർത്താവിനെ സ്നേഹിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേകത, അധ്വാനിക്കുന്ന, കുടുംബം നോക്കുന്ന, ആ ഭർത്താവുള്ള, ആ കുടുംബത്തെ സ്നേഹിക്കുന്ന, കുടുംബത്തിന് തണൽ നൽകുന്ന, ആശ്വാസം നൽകുന്ന ഭാര്യയുള്ള, ആ കുടുംബത്തിനകത്ത് ഒരുമിച്ച് കൂടുന്ന, സമാധാനം നൽകുന്ന മക്കളുള്ള ആ കുടുംബത്തെ കുറിച്ച് പറയാ. യെരൂശലേമിന് നന്മ ആഗ്രഹിക്കുന്ന ആ കുടുംബത്തെ കുറിച്ച് പറയാം, അവർക്ക് ദീർഘായുസ് ഉണ്ടാകും. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ദീർഘായുസ് കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആഗ്രഹം നിങ്ങൾക്ക് ദീർഘായുസ, നല്ല ആയുസോടെ ആരോഗ്യമുള്ള ദീർഘായുസ്, സുബോധമുള്ള ദീർഘായുസ്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കർത്താവ് തരുമെന്നാണ് പറയുന്നത്. അവരുടെ സ്നേഹവും പരിചരണവും കരുതലും സംരക്ഷണവും ലഭിക്കുന്നത് ഭാഗ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആ കരുതൽ, അവരുടെ സ്നേഹം, അവരുടെ പരിപാലനം, അതൊക്കെ അനുഭവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ ആ ഒരു നല്ല കുടുംബത്തെ കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു വേദഭാഗം കൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ ചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം. ആവർത്തന പുസ്തകങ്ങളുടെ പുസ്തകം, ആവർത്തന പുസ്തകങ്ങൾ, അതിന്റെ 5-ാമത്തെ അധ്യായം, 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിനക്ക് ദീർഘായുസ്സും ഉണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്മയായിരിക്കാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതൊക്കെ പോലെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പ്രിയമുള്ള കർത്താവിന്റെ ആഗ്രഹം നമ്മുടെ ദീർഘായുസ്സാണ്. നമുക്ക് ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടി വിശുദ്ധ വേദപുസ്തകം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, അപ്പനെ അമ്മയെ സ്നേഹിക്കുക. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ചിലപ്പോൾ പ്രായം ഉണ്ടായി കാണും, നിങ്ങൾക്ക് കുടുംബമായി കാണും, നിങ്ങൾക്ക് മക്കളുണ്ടായി കാണും, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ്. നിങ്ങൾ അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, അവരെ കരുതണം. അപ്പോ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകും, നിങ്ങൾക്ക് നന്മയുണ്ടാകും. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം നമ്മുടെ നന്മയാണ്, നമ്മുടെ ദീർഘായുസാണ്, നമ്മുടെ ആരോഗ്യമാണ്. കർത്താവ് അങ്ങനെ അത് നമ്മളെ സഹായിക്കണം. നമ്മുടെ കുടുംബം ഒരു സൂപ്പർ കുടുംബമായി തീരട്ടെ. വിശുദ്ധ വേദോസ് ആഗ്രഹിക്കുന്ന പോലെ, കർത്താവ് പറയുന്നത് പോലെ, തിരുവചനം പറയുന്നത് പോലെ നല്ല ഭർത്താവായി, നല്ല ഭാര്യയായി, നല്ല മക്കളായി, നല്ല സമൂഹത്തിന്, സഭയ്ക്ക് ഒരു കൈത്താങ്ങാകുന്ന ഒരു നല്ല കുടുംബമായി തീരാൻ എന്റെ നിങ്ങളുടെ കുടുംബത്തെ കർത്താവ് സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്കൊന്ന് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമില്ലാത്ത കുടുംബത്തിൽ യേശു സമാധാനം തരട്ടെ. സൗഖ്യമില്ലാത്ത പ്രിയപ്പെട്ടവരെ കർത്താവ് സൗഖ്യമാക്കട്ടെ. പ്രതിസന്ധിയിലൂടെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഇന്ന് വിടുവിക്കട്ടെ. എല്ലാ കണ്ണും നമുക്ക് ദൈവത്തിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് കർത്താവോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. ഈ നല്ല പകലിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ യേശു കർത്താവ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ കുടുംബം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ ഒരു നല്ല കുടുംബമായി തീരണം. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ ഒക്കെയുള്ള ഒരു നല്ല കുടുംബമായി യേശുവേ ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണമേ. ഞങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബം സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ ഒരു കർത്താവ് നല്ല കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബം മറ്റുള്ളവർക്ക് ആശ്വാസമാകട്ടെ, സമൂഹത്തിന് ആശ്വാസമാകട്ടെ, ഞങ്ങളുടെ സഭയ്ക്കൊരു ആശ്വാസമാകട്ടെ. അതിന് ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഗോസ്ബൽ TV UP വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തെ ഉയർത്താൻ കർത്താവ് ഈ ചാനലിലെ കർത്താവ് ഉപയോഗിക്കണം. സാജിപ്പാസനകൾ അനുഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി നിൽക്കാൻ, കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവിന്റെ മകനെ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് മറ്റൊരു കുടുംബമായി നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് കാണാം. കർത്താവ് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഐശ്വര്യമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ദൈവവചനം കേൾക്കുവാൻ നമ്മളെ ഇടയായി പാസ്റ്റർ പുന്നൂസ് തൊടുപുഴയുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കും.